20 വയസ്സിന് താഴെ തൊട്ട് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും അങ്ങനെ ആയിരിക്കും. ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഒരു വരുമാന മാർഗ്ഗം ഇതുപോലെ കല്യാണത്തിന് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് ഫോട്ടോ എടുക്കുക, അത്തരം ജോലിയായിരുന്നു കുറേ കാലത്തോളം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനും മാർട്ടിനും ഒരുമിച്ച്, മാർട്ടിൻ പ്രക്കാട്ടും ഒരുമിച്ച് വനിതയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഞാൻ സിനിമാറ്റോഗ്രാഫി ചെയ്യാമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോഴും അങ്ങനെയായിരുന്നു. പക്ഷെ മാർട്ടിൻ അങ്ങനെ ഒരു സിനിമ ഓണായി, ബെസ്റ്റ് ആക്ടർ ചെയ്തു, അത് ഹിറ്റായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആണല്ലോ ഒരു പ്രാവശ്യത്തെ ലക്കത്തിൽ മാർട്ടിൻ്റെ പേരാണെങ്കിൽ ഒരു ലക്കത്തിൽ എൻ്റെ പേരായി. അപ്പോൾ ആളുകൾ ഇങ്ങനെ ചോദിക്കുക, മാർട്ടിൻ പടം ചെയ്തല്ലോ, എപ്പോഴാണ് ഷൈൻ പടം ഡയറക്റ്റ് ചെയ്തതെന്ന് ചോദിക്കും. കഥ എഴുതുന്ന ആൾക്കാർ അതിലൂടെ പോയി അത് മനസ്സിലാക്കി അറിഞ്ഞിട്ടൊക്കെയാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എഴുതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചേട്ടൻ എത്ര ഇടത്ത് പോയി സ്പൈ എടുത്തിട്ടുണ്ടാവും? അതിനെക്കുറിച്ച് സയന്റിഫിക് ആയിട്ട് പഠിക്കാനുള്ളത് പഠിച്ചു, അത് പറയുന്ന കഥകൾ കേട്ടു, കുറെ കഥകൾ നമ്മൾ ഇല്ലാ കഥകൾ ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട്, സ്പാ എക്സ്പീരിയൻസ് ചെയ്തു. വേണമെങ്കിൽ ഇതിങ്ങനെ ഉള്ളതാണെന്ന് പറയാം. ചിലർ പറയും ഇതിനേക്കാൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞേക്കാം. നമ്മുടെ ക്യാമറ അദ്ദേഹം ചിരിക്കുന്നത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സ്പാ ഓർമ്മകൾ, അദ്ദേഹത്തിന്റെ ഇത് അവരുടെ സ്പാ ഒന്നുമല്ല, ഇത് എന്റെ ഇമാജിനേഷനിലുള്ള സ്പാ ആണ്. അപ്പോൾ ഇതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നത്. എബ്രിഡ് ഷൈൻ സ്പാ ഞാൻ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണെന്ന് വിചാരിച്ചോളൂ. നമ്മളിങ്ങനെ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്താൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആർട്ട് ഇവിടെ അവശേഷിപ്പിക്കാൻ പറ്റുക. കാലങ്ങൾക്ക് ശേഷം ചിലപ്പോൾ അത് ഏത് രീതിയിലായിരിക്കും ആളുകൾ റീഡ് ചെയ്യാന്നറിയില്ല. ചിലപ്പം ഇന്നത്തതിനേക്കാളും ഇഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ ഇന്ന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വരാം. പക്ഷെ നമ്മളൊരു ആർട്ട് ഫോം അവശേഷിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത്, അതൊരു ചരിത്രമായി മാറാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. മറ്റൊരാൾക്ക് ഇതാകുമായിരിക്കും ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് എനിക്കിഷ്ടമില്ലാത്തൊരു പടം ചെയ്തിട്ട് കാര്യമില്ല. എനിക്കിഷ്ടമില്ല ഈ പടം, ഞാനിങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു പോയിന്റിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല. എനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല. 1983 എന്ന് പറഞ്ഞ മൂവി ഞാൻ ചെയ്യാം എന്ന് ചേട്ടൻ വിചാരിക്കുന്ന ഒരു മൊമെന്റ്, അത് എങ്ങനെയായിരുന്നു? എൻ്റെ ഓർമ്മകൾ കൂടിയായിരിക്കാം. ചിലപ്പോൾ ഞാൻ 10-12 വയസ്സിൽ ഞാൻ പാടത്ത് പോയി ക്രിക്കറ്റ് കളിച്ചതും ദൂരദർശനിൽ ക്രിക്കറ്റ് കളി കണ്ടതുമായിട്ടുള്ള കുറേ ഓർമ്മകളുണ്ട്. ആക്ഷൻ റിവ്യൂ ഷൂട്ട് തുടങ്ങിയതാണ്, അതിൻ്റെ ചെറിയൊരു പോർഷൻ നമ്മൾ ഷൂട്ട് തുടങ്ങിയിരുന്നു. പക്ഷേ ചില ദൗർഭാഗ്യകരമായ ചില ഇൻസിഡൻസ് കാരണം ആ ഷൂട്ട് നിർത്തിവെക്കേണ്ടി വന്നു. വീണ്ടും ഒന്നും തുടങ്ങുമായിരിക്കും. ഞാൻ പറഞ്ഞു, ബിജുവിൻ്റെ പ്രോസസ്സ് എല്ലാം സ്ക്രിപ്റ്റ് തീർന്നിരിക്കുന്ന ഒന്നാണ്. അത് സമയവും അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഒത്തുവന്നാൽ തീർച്ചയായിട്ടും അതുണ്ടാവും അല്ലേ? സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ, നമസ്കാരം. ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും ബിഹൈൻഡ് ദ സക്സസിലേക്ക് സ്വാഗതം. ഇന്ന് ബിഹൈൻഡ് ദ സക്സസിൽ എന്നോടൊപ്പം സക്സസ് ജേർണി പറയാൻ എത്തിയിരിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ആ ഒരു സക്സസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയം മുതലേ എനിക്ക് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. എൻ്റെയും ഒരുപാട് നല്ല ഫോട്ടോസ്, അതായത് വനിത മാഗസിന് വേണ്ടിയിട്ട് കവർ പേജും സെൻറ്ററിലും ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് പകർത്തിയിട്ടുള്ള ഭയങ്കര ഫേമസ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു ആ സമയത്ത്. പേര് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പേര്. ഫോട്ടോഗ്രാഫി ആരും ശ്രദ്ധിക്കും, ഫോട്ടോ കാണുമ്പോൾ ഇതാരെ ഈ ഫോട്ടോ എടുത്തെന്ന് ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിച്ച ഒരു ഫോട്ടോഗ്രാഫർ പിന്നീട് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ, നമ്മുടെയൊക്കെ മനസ്സിൽ കീഴടക്കിയ നല്ലൊരു ഡയറക്ടർ എന്നുള്ളൊരു പേരും കൂടെ നേടി. ഇന്നിപ്പോൾ ദാ സ്പാ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് മറ്റാരുമല്ല, ശ്രീ എബ്രിഡ് ഷൈൻ. ഷൈൻ ചേട്ടാ, നമസ്കാരം. ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ഫോർമൽ ഒരു ഇൻഫോർമൽ ചാറ്റിംഗിലേക്ക് വരുമെന്നൊക്കെ അല്ലേ? വർഷങ്ങൾ മുമ്പേ എൻ്റെ വീട്ടിൽ ഷൈൻ ചേട്ടൻ വന്നിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അന്നേരം രമ്യ ഇങ്ങനെ നിൽക്കും, രമ്യ അങ്ങനെ നിൽക്കും അന്നൊക്കെ പറഞ്ഞൊരാള്. ശരിക്കും എനിക്കറിയാം ആ ഫോട്ടോഗ്രാഫർ എന്നുള്ള ഒരു പദവി ആയിക്കോട്ടെ, പിന്നീട് നല്ലൊരു റൈറ്റർ, നല്ലൊരു ഡയറക്ടർ, ഇതെന്നുള്ള പേരിലേക്ക് ഒന്നും വന്നത്, ഇതൊന്നും തന്നെ ഷൈൻ ചേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടോ ഷൈൻ ചേട്ടൻ സ്വപ്നം കണ്ടൊരു ലോകമോ ഒന്നും ആയിരുന്നില്ല. എല്ലാം എങ്ങനെയൊക്കെയോ സംഭവിച്ചു അല്ലേ? അതെ, ഞാൻ അങ്ങനെ നമ്മുടെ സിനിമ ഇവോൾവ് ആയി വരുന്നത് പോലെ അതങ്ങനെ സ്വാഭാവികമായി വന്നതാണ് എല്ലാം. അങ്ങനെ പറയാം. ദൈവം അല്ല, ഷൈൻ ചേട്ടൻ ഒട്ടും ഷൈൻ ചേട്ടൻ്റെ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഷൈൻ ചേട്ടൻ ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയോട് അങ്ങനെ വലിയൊരു പാഷനേറ്റ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ സാഹചര്യങ്ങൾ പലതായിട്ട് വന്നു. അങ്ങനെ പിന്നെ ഒരു ലൈറ്റ് ബോയ് ആയിട്ട് നിന്നൊരു പയ്യൻ പിന്നീട് പോയി പിന്നെ വെഡിങ് ഫോട്ടോസ് എടുത്തു, പിന്നെ അവിടുന്ന് വേറെ പൊളിറ്റിക്കൽ സൈഡിലേക്ക് പോയി, പിന്നെ അങ്ങനെ ജേർണലിസത്തിന്റെ വന്നു. അങ്ങനെ പിന്നെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫർ സൈഡിലേക്ക് പോയിട്ടില്ല. ഇല്ല, എന്തൊക്കെയോ പ്രസ് മീറ്റിനോ എന്തിനൊക്കെ ആരോ കൊണ്ടുപോയി അങ്ങനെ എന്നൊക്കെ ഞാൻ എന്തോന്ന് വായിച്ചു കേട്ടിട്ടുണ്ട്. ഫോട്ടോഗ്രാഫറായിട്ട്
ജോലി ചെയ്തു. പ്രസ് ഫോട്ടോഗ്രാഫറായിരുന്നു. ഈ പറഞ്ഞ പോലെ കല്യാണ ഫോട്ടോഗ്രാഫറായിരുന്നു. അതിനുശേഷം പ്രസ് ഫോട്ടോഗ്രാഫറായി. ഈ ഫോട്ടോഗ്രാഫി തുടങ്ങുന്ന സമയത്ത് നമുക്ക് വരുമാനം വരാൻ വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫി ഞാനൊരു 18 വയസ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും നമുക്ക് വരുമാനം വരാനുള്ള മാർഗം ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി, ഫങ്ഷൻസ് എടുക്കുക, അങ്ങനെ നാട്ടിൽ ചെറിയ ചെറിയ കാരണം തീരെ ചെറിയ പ്രായമായിരുന്നു. ഒരു 20 വയസ്സിന് താഴെ തൊട്ട് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഒരു വരുമാന മാർഗ്ഗം ഇതുപോലെ കല്യാണത്തിന് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് ഫോട്ടോ എടുക്കുക, അത്തരം ജോലിയായിരുന്നു കുറേ കാലത്തോളം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇതുപോലൊരു ജേർണലിസം ക്യാമ്പ്, ഫാഷൻ ഫോട്ടോഗ്രാഫി അങ്ങനെയൊക്കെ തിരിഞ്ഞ് പിന്നെ മീഡിയയിലേക്ക് തിരികെ ചെയ്തത്. അത് പ്രസ് ഫോട്ടോഗ്രാഫറായിട്ടാണ് പിന്നെ അതിൽ നിന്ന് മാറിയത്. ന്യൂസ് ഫോട്ടോഗ്രാഫറായിരുന്നു മംഗളം പത്രത്തിൽ. അതിനുശേഷം അവർ തന്നെ മംഗളം ഗ്രൂപ്പിൻ്റെ കന്യക എന്ന് പറഞ്ഞ മാഗസിനിൽ, ലൈഫ് സ്റ്റൈൽ മാഗസിൻ, അതിൽ ഫോട്ടോഗ്രാഫറായി. അതിനുശേഷം വനിതയിൽ. ഇന്നിപ്പോൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഷൈൻ ചേട്ടന് തന്നെ വിചാരിക്കാത്ത ഇങ്ങനെ എല്ലാം വന്നു ഓരോന്നായിട്ട് ഇപ്പോൾ എത്രയോ നല്ല നല്ല സിനിമകൾ ഡയറക്റ്റ് ചെയ്തു, നല്ലൊരു ക്യാപ്റ്റനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു ലൈഫ് തന്ന ഇത്രയും ഈ ഒരു ജേർണിയിൽ തന്ന ഒരു നല്ലതും മോശമായിട്ടും ഒരുപാട് അനുഭവങ്ങളുണ്ട് അല്ലേ ഷൈൻ ചേട്ടാ? അതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു ജേർണി തന്നെ മൊത്തത്തിൽ പറയുമായിരുന്നെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ജേർണി എന്ന് തന്നെ പറയാൻ പറ്റുമോ? എൻ്റെ കരിയർ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് നമ്മൾ ഫോട്ടോഗ്രാഫറായി, അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിലേക്ക് എത്തി. അവിടുന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മീഡിയയിലായിരുന്ന സമയത്ത് എല്ലായ്പ്പോഴും സംസാരിക്കുന്നത് സിനിമയെക്കുറിച്ചാണ്. ചിലപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫർ ആകുന്നതിന് മുൻപ് തൊട്ട് നമ്മൾ കാണുന്നത് നമുക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും ഞാൻ ആസ്വദിച്ചിട്ടുള്ളത് ക്രിക്കറ്റ് ഗ്രൗണ്ടും ക്രിക്കറ്റ് കളികളുമാണ്. അത് പ്രൊഫഷണലായി, അത് ഭയങ്കര സീരിയസ് ആയിട്ടല്ല. ഞങ്ങളുടെ നാട്ടിലെ കണ്ടംകളി എന്നൊക്കെ പറയുന്ന പോലെ നാട്ടിലുള്ള ചെറിയ ക്രിക്കറ്റ് കളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് അല്ലെങ്കിൽ ആസ്വദിച്ചിട്ടുള്ള ഒന്ന് സിനിമയാണ് എല്ലാ കാലത്തും. സിനിമ ആസ്വാദകൻ എന്നുള്ള രീതിയിൽ തിയേറ്ററിൽ പോവുക, സിനിമ കാണുക. അതിനുശേഷം അപ്പോൾ ഫോട്ടോഗ്രാഫർ ആവുന്നതിന് മുൻപേ സിനിമ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമ പ്രേക്ഷകനാണല്ലോ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ അവരുടെ. അപ്പോൾ അതിന് ശേഷം സിനിമയിലേക്ക് അങ്ങ് സ്വാഭാവികം എന്നല്ല, അത് ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ വന്നതാണ്. ഫോട്ടോഗ്രാഫി ചേട്ടൻ ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടോ പഠിച്ചിട്ടോ ഒന്നുമല്ല ചെയ്ത്, അതാവും ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വഴിയെ വന്നു, അതങ്ങനെ ചെയ്തു. പക്ഷേ പിന്നീട് ഒരുപാട് ചേട്ടൻ്റെ ഫോട്ടോഗ്രാഫിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി, ഒരുപാട് ആൾക്കാർ. കാരണം ആ ഫോട്ടോയിൽ എല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നു ഇത് ആരെ ഫോട്ടോ എടുത്തത്. പിന്നെ ചേട്ടൻ്റെ പേരും വളരെയധികം എല്ലാവരും പെട്ടെന്നൊന്ന് വായിക്കുമ്പോൾ തന്നെ എവിടെയും കേൾക്കാത്തൊരു പേര്. അപ്പം അതൊക്കെ ആൾക്കാർ പെട്ടെന്നധികം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, മാർട്ടിൻ ചേട്ടൻ, ഷൈൻ ചേട്ടൻ, നിങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോസിനൊരു വല്ലാത്തൊരു ഭയങ്കര ഒരു ക്ലാസ് ലുക്കാണ്, വേറിട്ട് നിൽക്കുന്ന, സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും നിങ്ങളുടെ ഫോട്ടോസ്. അപ്പം ഇതൊന്നും ടെക്നിക്കലി അറിഞ്ഞോ മനസ്സിലാക്കിയോ പഠിച്ചിട്ടോ വരാഞ്ഞിട്ടും ഇത്ര നല്ല ഔട്ട് ചേട്ടന് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, ചേട്ടൻ എപ്പോഴെങ്കിലും ചേട്ടന് തന്നെ ഏതെങ്കിലും ഒരു ക്ലിക്ക് കണ്ടപ്പോഴോ എപ്പോഴെങ്കിലും ചേട്ടന് തോന്നിയിട്ടുണ്ടോ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ പഠിക്കേണ്ടിയിരുന്നു എങ്കിൽ എനിക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇനിയും ചെയ്യാൻ പറ്റിയേനെ എന്ന്? അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. കാരണം നമ്മൾ ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു ബേസ്, കാരണം ഞങ്ങളൊക്കെ ഫോട്ടോഷൂട്ട് തുടങ്ങുന്ന സമയത്ത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഫിലിമിൽ ഷൂട്ട് ചെയ്യുക, അത് പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ഒരു എങ്ങനെയാണ് ഒരു ക്യാമറയിൽ ഒരു ഫിലിമിലൊരു ഇമേജ് പതിയുക, അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതിൻ്റെ അതിൻ്റെ പിന്നെ മാനുവലി പ്രോസസ്സ് ചെയ്യുമായിരുന്നു. ഞാൻ ട്രാൻസ്പെറൻസി ഫിലിം ചെയ്യും, നെഗറ്റീവ് ഫിലിം പ്രോസസ്സ് ചെയ്യുമായിരുന്നു, ട്രാൻസ്പെറൻസി ഫിലിം പ്രോസസ്സ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ഫിലിം പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെ ഷൂട്ട് ചെയ്യണം, എന്താണ് അതിൻ്റെ എക്സ്പോഷർ, എന്തൊക്കെ ഏത് ISOയിൽ എടുക്കണം, അല്ലെങ്കിൽ ഏത് ഷട്ടർ സ്പീഡിലെടുക്കണം, ഏത് അപ്പർച്ചറിലെടുക്കണം, അല്ലെങ്കിൽ ഏത് ലൈറ്റിലെടുക്കണം, റൈറ്റിംഗ് വിത്ത് ലൈറ്റ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് നമുക്കുണ്ടായിരുന്നു, സ്ട്രോങ് ബേസ്. അത് എടുത്തെടുത്ത് തന്നെ നമ്മൾ ഫോട്ടോ എടുത്തും അത് പതിഞ്ഞും പതിയാതെയും കറക്റ്റ് ചെയ്തും ഒക്കെയാണ് നമ്മളതിൻ്റെ ഒരു ബേസ് പഠിച്ചിട്ടാണ് ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നത്. പിന്നീട് ഈ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒരു ആർട്ട് എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ഒരു ബേസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ്. അത് നമുക്ക് ഫോട്ടോഗ്രാഫിയിലൂടെ എന്ത് പുതിയത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അനുദിനം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് ഞാൻ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഞാനിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഠിക്കും, പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പോൾ
പുതിയൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ടാവും. ചിലപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്നത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വന്നില്ലെങ്കിൽ ആ പരാജയത്തിൽ നിന്ന് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പഠിക്കും. ഞാൻ ആ പരാജയത്തിൽ നിന്ന് ട്രൈ ചെയ്ത് ഒരു നീറ്റായി ഒരു മോശമല്ലാത്തൊരു ഫോട്ടോഗ്രാഫിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്ന യാത്ര മുഴുവനും നമുക്ക് പഠനമായിരിക്കും. അത് ഇത്രയും വർഷങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മൾ അതിനകത്തേക്ക് വരും. അതല്ലാതെ ഞാനൊരു കോഴ്സ് ഫോട്ടോഗ്രാഫിയുടെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. പക്ഷേ എനിക്ക് വരയ്ക്കാൻ പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിലെ വരയ്ക്കുകയായിരുന്നു. പക്ഷേ ഞാനൊരു ഞാൻ പ്രോപ്പറായിട്ടൊരു ഒരു 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 വര പഠിക്കുക, ഒരു ടീച്ചറിൽ നിന്നും വര പഠിക്കുക, അത് പെയിൻറ്റ് മിക്സ് ചെയ്യുക, വര പഠിക്കണം. ആക്ച്വലി സംഗീതം പഠിക്കുന്ന പോലെ അത് ഞാൻ മിസ് ചെയ്ത് ഞാൻ സ്കൂൾ കാലത്ത് വരയ്ക്കുമായിരുന്നു. പക്ഷേ അന്ന് വീട്ടിലാണെങ്കിലും പഠിക്കുമെന്ന് പറയുന്നത് ഈ അക്കാഡമിക്കിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് മറ്റൊന്നിലേക്ക് പോകാനായിട്ട് അങ്ങനെ ഒരു പക്ഷേ എനിക്ക് അങ്ങനെ ഞങ്ങളുള്ള സ്ഥലത്ത് അങ്ങനെ ടീച്ചർ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ സ്ഥലത്ത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. വര പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം ഞാൻ ഈ അടുത്തിടെയുള്ള ഒരു സുരേഷ് എന്ന് പറഞ്ഞൊരു സാറിൻ്റെ അടുത്ത് പോയി ഞാൻ വരയ്ക്കാനായിട്ട് ട്രൈ ചെയ്തു. പക്ഷെ അപ്പോഴേക്കും നമുക്ക് സമയത്തിൻ്റെ പ്രശ്നം, ക്ഷമയുടെ പ്രശ്നം. ഒരു പടം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ക്ഷമ വേണം. അതങ്ങനെ ഇരിക്കണം. അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തരണം. അത് ആ ക്ഷമ എനിക്ക് ഇപ്പം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇല്ല ആക്ച്വലി. അതുകൊണ്ട് തന്നെ നല്ല പെയിൻറ്റിങ് കാണുമ്പോൾ, നന്നായിട്ട് വരയ്ക്കുന്നത് കാണുമ്പോൾ ഇതിൻ്റെ എഫേർട്ട് എനിക്ക് മനസ്സിലാവും. എന്ത് എഫേർട്ട് എടുത്തിട്ടാണ് ഇത് വരച്ച് നമുക്ക് ഇത് ഒപ്പിക്കാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാവും. ഈ വര പഠിക്കാൻ പറ്റിയില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്റ്റിൽ നമ്മുടെ ഉള്ളിലൊരു ഒരു എസ്തെറ്റിക് സെൻസ്, ഒരു കളർ സെൻസ് ഒക്കെ നമുക്കുണ്ടല്ലോ. അത് ചിലപ്പം നമുക്ക് ചിലപ്പോൾ ഉള്ളിലുള്ളതായിരിക്കും. അത് സാധിച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിയിലൊക്കെ അത് ഹെൽപ്പ് ചെയ്യും നമ്മളെ. അത് ചേട്ടൻ എപ്പോഴാണ് എനിക്ക് ഈ പെയിന്റിങ് ഞാൻ മിസ് ചെയ്തല്ലോ, അല്ലെങ്കിൽ എപ്പോഴാണ് എനിക്കത് പഠിക്കണമായിരുന്നു എന്ന് പിന്നീട് ഇപ്പൊ തോന്നിയില്ലേ? അത് ഏത് നിമിഷം? എനിക്ക് ചെറുപ്പത്തിലേ തൊട്ട് ഞാനിപ്പോൾ ഒരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ വരയ്ക്കായിരുന്നു. സ്കൂളിൽ ആക്ച്വലി പെയിന്റിങ്ങിനും പെൻസിൽ ഡ്രോയിങ്ങിനും ഒക്കെ എനിക്ക് പ്രൈസ് കിട്ടുമായിരുന്നു. അന്ന് മിമിക്രി മോണാക്ടും ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഒക്കെ ആ സമയത്ത് മിമിക്രിക്ക് എനിക്ക് പ്രൈസ് കിട്ടും, മോണാക്ടിന് പ്രൈസ് കിട്ടും, പെയിന്റിങ്ങിനും കാർട്ടൂണിനും ഒക്കെ സ്കൂൾ തലത്തിൽ സമ്മാനം. ഞാൻ സ്കൂൾ പഠിക്കുന്ന എല്ലാ കാലത്തും എനിക്ക് വരയ്ക്കും ഒക്കെ സമ്മാനം കിട്ടുമായിരുന്നു. പക്ഷെ അത് വര പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് പിന്നെ എനിക്ക് അങ്ങനെ വര പഠിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നി. ചിലപ്പോൾ എൻ്റെ ഞാൻ അങ്ങനെ എഫേർട്ട് എടുക്കാതിട്ടും ആയിരിക്കാം. അല്ല, അന്നത്തെ കാലത്ത് ഇതിനു വേണ്ടി തന്നെ കുറെ ടീച്ചേഴ്സ് ഒന്നും വളരെ കുറവാണല്ലോ അന്ന സമയത്തൊക്കെ. പിന്നെ അതില് നമ്മളൊരു ഫ്യൂച്ചർ ഒന്നും അന്നത്തെ കാലത്ത് ചിന്തിക്കുന്ന പോലും ഇല്ല. സ്കൂളിലെ വെറും ഒരു ടൈം പാസിനുള്ള ഒരു പീരീഡ് പോലെയല്ലേ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നീടാണെങ്കിൽ ചിലപ്പോൾ ഇന്നായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ആർട്ടോ, പിന്നെ ഇന്ന് വിഷ്വൽ മീഡിയ വന്നു, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആർട്ട് പോലത്തെ കോഴ്സൊക്കെ വന്നല്ലോ. പക്ഷെ അന്ന് നമ്മളൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാന്നുള്ള രീതിയിലാണല്ലോ പോകുന്നത്. അക്കാഡമിക്കലായിട്ടുള്ള സ്റ്റഡീസ് അങ്ങനെയാണ് നമ്മൾ അതിന് കാണുന്നത്. അതൊന്നും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതിങ്ങനെ ഒഴുകും. ആ ഒരു ഫ്ലോയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിനകത്ത് പ്രത്യേകിച്ചൊരു ഞാൻ ഇങ്ങനെ ആയിക്കളയാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിൽ ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ എന്തായാലും വർണ്ണങ്ങൾ, കളേഴ്സ് ഒക്കെ ഭയങ്കരധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ മോഡേൺ ആർട്ടും ചേട്ടന് ഇഷ്ടമാണോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ എല്ലാ തരത്തിലുള്ള ആർട്ട് ഫോംസും ഇഷ്ടമാണ്. അപ്പൊ ഇനി ഭയങ്കര ഈ നമ്മള് ഒരു വൈറ്റ് ഒരു വാളിൽ ഭയങ്കര പല പല കളേഴ്സ് വന്നിട്ട് വരുമ്പോഴത്തെ ഒരു ഭംഗിയുണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു കളർഫുൾ സംഭവം അപ്പൊ സിനിമയിൽ ഷൈൻ ചെയ്യാൻ എന്തായാലും അത് ചെയ്യുമായിരിക്കും അല്ലേ? കാരണം നമ്മുടെ ഒരു സിനിമയിലെ ഒരു കഥ, ഇമോഷൻസ്, സിനിമയിൽ എന്താണ് നമ്മൾ ആ പർട്ടിക്കുലർ സിനിമയിലൂടെ നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ ഫ്രെയിം എങ്ങനെ ഇരിക്കേണ്ടത് എന്നുള്ളത് ആ സിനിമയുടെ ടോട്ടാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ സിനിമ ആ വിഷ്വൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ സിനിമയുടെ സീക്വൻസിൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുമായിരിക്കും. അത് സിനിമ ചെയ്യുമ്പോൾ എന്നാൽ പിന്നെ ഇങ്ങനൊരു വിഷ്വൽ ഉണ്ടായിക്കളയാം, ഇങ്ങനെ കളറായിട്ടിരിക്കണം എന്നല്ല നമ്മൾ ഒരു മൊത്തത്തിൽ എന്ത് കഥയാണ് പറയാൻ പോകുന്നത്, ഈ കഥാപാത്രങ്ങൾ ഏത് പരിസരത്താണ് നിൽക്കുന്നത്, ഈ കഥാപാത്രത്തിൻ്റെ ഈ കഥാഗതിയുടെ ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പലത് വരും. നമുക്ക് വിഷ്വലി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു
ആ പ്രതലം എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ സൗണ്ട്സ്കേപ്പ്, ഇതെല്ലാം ആ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. എന്ത് വിഷ്വലാണ്, എങ്ങനെയാണ് ആർട്ടിസ്റ്റുകൾ എവിടെ നിന്നാണ് പറയുന്നത്, എന്ത് ഇമോഷൻസാണ്, എവിടെ വെച്ചാണ് കഥാപാത്രങ്ങൾ കാണുന്നത്, കഥാപാത്രങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, അവിടെ എന്തായിരിക്കും ആ മൂഡ് എന്നുള്ളതെല്ലാം ആ സിനിമയുടെ കഥയുമായി ചേർന്ന. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ കളർ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫ്രെയിം ചെയ്യാനോ പറ്റില്ല. പക്ഷെ അതെല്ലാം പറഞ്ഞ് ഇനി അത്തരത്തിൽ നല്ലൊരു കളർഫുൾ സംഭവം ചേട്ടൻ എന്തെങ്കിലും ഇൻ ഫ്യൂച്ചർ അത്തരത്തിലുള്ള കഥ, അത്തരത്തിലുള്ള ഒരു പിക്ചറൈസേഷൻ, വിഷ്വലൈസേഷൻ ഒക്കെ ആയിക്കൊണ്ട് ഐ മീൻ ഇനിയും ചെയ്യാലോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ വരാം, അവിടെ ചേട്ടന്റെ ഇതുവരെ മിസ് ചെയ്ത ആ ഒരു ഇതും. ഞാനങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ ഒരു മിസ്സിങ് അങ്ങനെ ഇല്ല. ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, എനിക്ക് ഫോട്ടോഗ്രാഫി പഠിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടില്ല. അത് സ്വാഭാവികമായൊരു പ്രക്രിയയിലൂടെ അതിങ്ങനെ അത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വന്നു, അത് ആ സ്വാഭാവികം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ, അതിൻ്റെ ഞാൻ എപ്പോഴും മിസ് ചെയ്യുന്നൊന്നുമില്ല. എനിക്ക് അങ്ങനെ മിസ് ചെയ്യുന്നത്, എനിക്കിപ്പോൾ നിർബന്ധമാണെങ്കിൽ എനിക്കത് പഠിക്കാം. ഞാൻ പഠിക്കാൻ പോയി ജോയിൻ ചെയ്തതാണ്. പക്ഷെ അതിനുള്ള ക്ഷമയില്ലാതായി പോയതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ എപ്പോഴും അത് മിസ് ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല. ഓക്കെ. ചേട്ടൻ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക് എത്തുമ്പോൾ ഞാൻ ആദ്യം കേട്ടപ്പോൾ ഷൈൻ എബ്രിഡ്ജൻ സിനിമയിൽ വരുന്നു കേട്ടോ എന്നിങ്ങനെ പറഞ്ഞൊരു വാക്ക് കേട്ടപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ഒബ്വിയസ്ലി സിനിമാറ്റോഗ്രാഫർ ആയിട്ടായിരിക്കും ചേട്ടൻ. കാരണം ചേട്ടൻ ഫുൾ ടൈം ചേട്ടൻ്റെ കയ്യിൽ ക്യാമറയിൽ ചേട്ടൻ ചെയ്യുന്ന ഗിമിക്സ് ഒക്കെ കണ്ടിട്ടേ അത് പ്രതീക്ഷിച്ചപ്പോൾ അവിടെ അങ്ങനെയല്ല, ഡയറക്ടറായിട്ടാണ് നേരെ വന്ന് അവിടെ ലോഞ്ച് ചെയ്തത്. അതും ഫസ്റ്റ് സിനിമയിൽ തന്നെ കേരള സ്റ്റേറ്റ് അവാർഡും ഒക്കെ വാങ്ങി അങ്ങനെ എല്ലാവരെയും കയ്യിലെടുക്കുക ചെയ്തത്. എന്നാൽ അതിന് ശേഷമാണെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴും ചേട്ടൻ ഡയറക്ടർ എന്നുള്ളൊരു ആ ഇതിൽ തന്നെയാണ്. അപ്പോൾ സിനിമയിൽ വന്നപ്പോൾ ചേട്ടൻ എന്തുകൊണ്ട് സിനിമാറ്റോഗ്രാഫി? ഞാൻ ആദ്യത്തെ സിനിമയിൽ കുറച്ച് പോർഷൻസ് ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു. ചെറിയ സോങ് സീക്വൻസിൽ ചെറിയ സീക്വൻസുകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. അപ്പോൾ പിന്നീട് വന്ന സിനിമകളിലൊക്കെ ചെറുതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ടൊക്കെ. 1983 കുറച്ച് സോങ് സീക്വൻസിൽ കുറച്ച് ബിറ്റ് ഷൂട്ട് ചെയ്തു. പിന്നെ സിനിമാറ്റോഗ്രാഫി എനിക്ക് ചെയ്യാനായിട്ട് തോന്നിയിട്ടേ ഇല്ല. അത് ചിലപ്പോൾ ചെയ്യുമായിരിക്കും. ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ ആലോചിക്കും, ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കും. ഞാൻ പൂമരം ഞാൻ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പൂമരത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി ഞാനായിരുന്നു ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. അന്ന് എനിക്ക് അസോസിയേറ്റ് ആയിട്ട് വന്നത് ജ്ഞാനം എന്നെ ക്യാമറമാൻ, എൻ്റെ അസോസിയേറ്റ് ആയിട്ട് ഞാൻ വിളിച്ചു വരുത്തിയതാണ് ബോംബെയിൽ നിന്ന്. ഞാൻ വെച്ച് ഞാൻ സിനിമാറ്റോഗ്രാഫി ചെയ്യാം, അതിൻ്റെ പ്ലാനിങ് എല്ലാം ആയിരുന്നു. ഈ അസോസിയേറ്റ് ആയിട്ട് വന്ന ആൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗോൾഡ് മെഡൽ വിന്നറാണ്. അദ്ദേഹം വർഷങ്ങളായിട്ട് സിനിമയുടെ അസോസിയേറ്റ് ആയിട്ട് നടക്കുക. അദ്ദേഹം ലൈറ്റ് അസോസിയേറ്റ് ആയിട്ടും സെക്കൻഡ് യൂണിറ്റ് ക്യാമറമാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക വർഷങ്ങളായിട്ട്, എത്രയോ വർഷങ്ങളായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ നല്ല സെൻസുണ്ട്, നല്ല അറിവുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് ഇത്രയും ഗോൾഡ് മെഡൽ വിന്നറാണ്, ഇത്രയും അറിവുണ്ട്, സെൻസിബിളാണ്, എന്തുകൊണ്ട് അദ്ദേഹത്തിന് സിനിമ കിട്ടുന്നില്ല ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ഒരു അവസരം വന്നില്ല. എത്രയോ വർഷങ്ങൾ അദ്ദേഹം ഈ ഫീൽഡിൽ നിൽക്കുന്നത്. ഡെങ്കലിൻ്റെയൊക്കെ സെക്കൻഡ് യൂണിറ്റ് ക്യാമറമാനായിരുന്നു. ഷൂട്ട് തുടങ്ങുന്ന അന്നും രാവിലെ ഞാൻ വിചാരിക്കും, അന്നും രാവിലെ ഞാൻ സിനിമാറ്റോഗ്രാഫി ചെയ്യാം, ഞാനും അസോസിയേറ്റ് എന്നുള്ള രീതിയിലാണ് അന്ന് ഷൂട്ട് തുടങ്ങുന്ന അന്ന് പുലർച്ചെ വരെയുള്ള തീരുമാനം. പക്ഷെ അന്ന് എനിക്ക് തോന്നി അതല്ല, ഈ അവസരം ജ്ഞാനത്തിന് കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. ഞാനും അത് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഞാൻ ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ജ്ഞാനത്തിനോട് പറഞ്ഞു, ഞാനും താങ്കളാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി തലേദിവസം തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് ഞാൻ ജ്ഞാനത്തിനോട് അന്ന് ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ജ്ഞാനത്തിനോട് പറഞ്ഞു. ഞാൻ വലിയ സന്തോഷമായി. പിന്നീട് പൂമരത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി അദ്ദേഹം ആണ് ചെയ്തത്. ഞാനതിന് ഇന്നും ആ സ്നേഹമുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മിസ്സായിരിക്കും, സാർ നമുക്ക് വേറെ സിനിമ കൂടെ ചെയ്യണം എന്നൊക്കെ പറയും. വളരെ ഞാൻ ബോംബെ പോകുമ്പോൾ കാണും. ഞങ്ങൾ പിന്നീട് പലപ്പോഴും പിന്നീട് ചെയ്ത സിനിമകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല പല കാരണങ്ങൾ കൊണ്ടും. പക്ഷെ ഭയങ്കര നല്ല മനുഷ്യനായിരുന്നു. അപ്പോൾ സിനിമാറ്റോഗ്രാഫി ചെയ്യാൻ പ്ലാൻ ചെയ്ത സിനിമ ഏതാണ്. പിന്നീട് എനിക്ക് മടിയായി, കാരണം അതിനൊരു എഫേർട്ടുണ്ട്, അതിൻ്റെ ഫിസിക്കൽ എഫേർട്ടും അത് വേറെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ് സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ
അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്. ഓ അത് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ട, ഫിസിക്കലായിട്ടും ഫിസിക്കൽ എഫേർട്ടുണ്ട്, അതല്ലാതെ നമ്മളുടെ കോർഡിനേഷൻ എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഫോക്കസ് വേണം. ഞാനിപ്പോഴത്തെ ആർട്ടിസ്റ്റുകളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കാൻ പോകുമ്പോൾ ഇപ്പോഴത്തെ സ്ക്രിപ്റ്റിൻ്റെ കറക്ഷൻസ് നോക്കും, അതിൻ്റെ മറ്റുള്ള ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കോർഡിനേറ്റ് ചെയ്യണം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കോർഡിനേറ്റ് ചെയ്താണ് ഒരു സീക്വൻസ് നമ്മൾ വർക്കാക്കിക്കൊണ്ട് വരുന്നത്. എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ സാധനം ഉണ്ടാകും, പെർഫോം ചെയ്യിപ്പിക്കണം, പല കാര്യങ്ങളും ചെയ്യേണ്ട ഒരു സമയത്ത് ഈ ഒരു എഫേർട്ടും കൂടെ എടുക്കാനായിട്ട് എനിക്ക് അത് ആക്ച്വലി അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പരിപാടിക്ക് പോയിരുന്നത്. അതുകൊണ്ട് ഞാൻ നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളെ ആ ജോലി ചെയ്യിപ്പിക്കും. ചിലപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ സിനിമാറ്റോഗ്രാഫി എന്തായാലും ചെയ്യില്ല. ഞാൻ വേറൊരാൾ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരിക്കൽ ഞാനങ്ങനെ ട്രൈ ചെയ്തുകൂടുന്നില്ല, ഒരിക്കൽ ചിലപ്പോൾ ഞാനങ്ങനെ ചെയ്തേക്കാം. പക്ഷേ ഉറപ്പില്ല, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ എന്തായാലും ഞാൻ ചെയ്യില്ല. ഞാൻ ചെയ്യില്ല എന്ന് വെച്ചാൽ അതിന് സമയം വേണം. അത് മറ്റു കാര്യങ്ങൾ വേറൊരാൾ ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ നടക്കാം അല്ലേ, എപ്പോഴെങ്കിലും ഉറപ്പില്ല. ഓക്കെ, അല്ല എന്തായാലും ചേട്ടൻ്റെ ആ ഒരു ക്യാമറ കണ്ണുകളിലൂടെ വിഷ്വൽ കാണുമ്പോൾ അതിങ്ങനെ പതിപ്പിച്ച് വരുന്നു എന്നുള്ളത് വേറൊരു ഡയറക്ടറിൻ്റെ കൂടെ ആണെങ്കിലും അങ്ങനെയാണെങ്കിലും ഇൻ ഫ്യൂച്ചറിൽ വന്നാൽ മതിയല്ലോ. സിനിമാട്ടോഗ്രാഫി ഞാൻ പറഞ്ഞില്ലേ, ഒരു സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം അതിൻ്റെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. അതിൻ്റെ ഒരു ഡീസൻറ്റ് വിഷ്വൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ചേട്ടൻ വിചാരിക്കാതിരുന്ന ഒരു സമയത്ത് സിനിമ ആ 1983 എന്ന് പറഞ്ഞ മൂവി ഞാൻ ചെയ്യാം എന്ന് ചേട്ടൻ വിചാരിക്കുന്ന ഒരു മൊമെൻറ്റ് അത് എങ്ങനെയായിരുന്നു? 1983 ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാനും മാർട്ടിനും മാർട്ടിൻ പ്രക്കാട്ടും ഒരുമിച്ച് വനിതയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാർട്ടിൻ ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് പോയി. അവിടുന്ന് ലീവ് എടുത്തിട്ട് മാർട്ടിൻ അൻവർ ഷീ സാറിൻ്റെ കൂടെ പോയപ്പോൾ ഞാൻ ഇവിടെ ലാൽജോ സാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഞാൻ സിനിമാറ്റോഗ്രാഫി ചെയ്യാമെന്നാണ് എൻ്റെ ആഗ്രഹം, എപ്പോഴും അങ്ങനെയായിരുന്നു. പക്ഷെ മാർട്ടിൻ അങ്ങനെ ഒരു സിനിമ ഓണായി, ബെസ്റ്റ് ആക്ടർ ചെയ്തു, അത് ഹിറ്റായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആണല്ലോ ഒരു പ്രാവശ്യത്തെ ലക്കത്തിൽ മാർട്ടിൻ്റെ പേരാണെങ്കിൽ ഒരു ലക്കത്തിൽ എൻ്റെ പേരായി. അപ്പോൾ ആളുകളിങ്ങനെ ചോദിക്കുക, മാർട്ടിൻ പടം ചെയ്തല്ലോ, എപ്പോഴാണ് ഷൈൻ പടം ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ആ സമയത്ത് 1-2 ആക്ടേഴ്സ് ആക്ച്വലി ഞാനപ്പോൾ സിനിമയിൽ ഇങ്ങനെ ഒരു ചെറിയ പടത്തിൽ അധികം സിനിമയുടെ കൂടെ അങ്ങനെ നിന്നിട്ടില്ല. പക്ഷെ മാർട്ടിൻ്റെ സിനിമ സക്സസ് ആയതുകൊണ്ടാണ് ആളുകൾ എന്നോട് ചോദിച്ചു തുടങ്ങി ഇങ്ങനൊരു എപ്പോഴാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ 1-2 ഞാനുമായിട്ട് നല്ല അടുപ്പമുള്ള 1-2 സുഹൃത്തുക്കൾ, ഫിലിം 2 ആക്ട്രസ്മാർ, അവരുടെ കൂടെ ഒരു സിനിമ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രൊഡക്ഷൻ ഹൗസ് എല്ലാം അവരുടെ കയ്യിലുണ്ട്. ഒരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു, ഇന്ന കഥ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ. പക്ഷെ അതെല്ലാം ഒന്നൊരു ഹിന്ദി സിനിമയുടെ റീമേക്കും, 2 ഹിന്ദി സിനിമകളുടെ റീമേക്കായിരുന്നു, 2 ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഒരു സിനിമ, ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ ഒരു റീമേക്ക് വേണ്ട, അതൊരു ഒറിജിനൽ ഒരു കഥ തന്നെ വേണമെന്ന് തീരുമാനിച്ചിട്ടാണ് 1983 വന്നത്. അത് തന്നെയും ചേട്ടൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ പാഷനായിട്ട് നിന്നിരുന്ന ക്രിക്കറ്റ് തന്നെയാണ് അതിൻ്റെയും ഒരു കഥ അല്ലേ, അതിലൂടെയാണ് കഥ ഫുൾ പോകുന്നത്. അപ്പോൾ ചേട്ടന് നന്നായിട്ട് അറിയാവുന്ന ഒരു സംഭവം, ഭയങ്കര പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം, അതിനകത്തെ കാര്യങ്ങളെല്ലാം അങ്ങനെ ചേട്ടൻ അതിലൂടെ പറയാൻ പറ്റി. അത് ചെയ്തിരുന്ന സമയത്തായിക്കോട്ടെ, ഇങ്ങനെ സിനിമയിൽ എത്തിയപ്പോഴായിക്കോട്ടെ, ഇത് തിയേറ്ററിലേക്ക് വന്നപ്പോഴും ഒന്നും ചേട്ടൻ ഇതിനകത്ത് നിന്ന് ഇത്രയും ഫസ്റ്റ് മൂവിക്ക് ഇങ്ങനെ വലിയൊരു അപ്രീസിയേഷൻ കിട്ടുക, അവാർഡ് കിട്ടുക, അതൊക്കെ ചേട്ടനെ ശരിക്കും സർപ്രൈസ് തന്നൊരു ഫാക്ടേഴ്സ് ആണോ? സിനിമ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആലോചിക്കുന്നത്, ഞാൻ വായിച്ച ഏതെങ്കിലും കഥയിലൊന്ന് സിനിമയാക്കണോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏതെങ്കിലും കഥാപാത്രത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ കേട്ട സംഭവത്തെക്കുറിച്ച്, എനിക്ക് അറിയാവുന്ന സംഭവത്തെക്കുറിച്ച് വേണമോ ഒരു സിനിമ ചെയ്യാനെന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. പക്ഷേ ഇമോഷണലി ഞാൻ കടന്നു പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സിനിമ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ 1983 ചെയ്യാമെന്ന് വെച്ചാൽ. കഥേനേക്കാൾ ഉപരി ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള പോലെ, ഞാൻ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ ഞാൻ എൻ്റെ മോന് ബോൾ എറിഞ്ഞ് കൊടുക്കുമ്പോൾ അവൻ കളിക്കുന്ന ഷോട്ട് കാണുമ്പോൾ, അവന് സ്ട്രൈറ്റ് ഡ്രൈവ് കളിച്ചാൽ, അല്ലെങ്കിൽ അവനൊരു ഒരു സ്ക്വയർ കട്ട് കളിക്കുന്നത് കാണുമ്പോൾ, എൻ്റെ മോൻ ക്രിക്കറ്റ് ഷോട്ട്സ് കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഇമോഷൻസ് ഉണ്ടാകുന്നു, എനിക്ക് സന്തോഷം വരുന്നു.
അല്ലെങ്കിൽ അത് എന്നിൽ ആനന്ദം ഉണ്ടാക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ മോനൊരു ക്രിക്കറ്റ് ഷോട്ട് കളിക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നത്? അതത്രയും വർഷത്തെ എൻ്റെ ഓർമ്മകൾ കൂടിയായിരിക്കാം. ചിലപ്പോൾ ഞാൻ 10-15 വയസ്സിൽ ഞാൻ പാടത്ത് പോയി ക്രിക്കറ്റ് കളിച്ചപ്പോഴുണ്ടായിരുന്ന ഓർമ്മകൾ, ആ ഓർമ്മകളുടെ ഇതുപോലെ പാടത്ത് പോയി കളിച്ചതും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്രിക്കറ്റ് കളിച്ചതും ദൂരദർശനിൽ ക്രിക്കറ്റ് കളി കണ്ടതുമായിട്ടുള്ള കുറേ ഓർമ്മകളുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മകളിലൂടെ തന്നെ കടന്ന് പോയിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് എൻ്റെ മോൻ ക്രിക്കറ്റ് കളിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ ഒരു ആനന്ദം തോന്നിയത്. അപ്പോൾ ഈ ഇമോഷനിൽ നിന്ന് പുറകിലേക്ക് പോയി ഞാൻ ആ ഓർമ്മകളെ കൂട്ടി ചേർത്താണ് ഒരു സിനിമ ഉണ്ടാക്കിയത്. അത് ഞാനൊരു വളരെ പേഴ്സണലി അടുത്ത് നിൽക്കുന്ന വളരെ എന്താ പറയുന്നത്, വളരെ വ്യക്തിപരമായിരുന്നു ആ സിനിമയുടെ കഥ എന്ന് പറയുന്നത്. സിനിമയുടെ കഥ, എൻ്റെ ഇമോഷൻസ് വന്നപ്പോൾ ഞാൻ ആൾക്കാരോട് പറയുന്നു, കേൾക്കുന്നവർക്ക് രസം തോന്നുന്നു. ഞാൻ നിവിനോട് പറയുന്നു, നിവിൻ ആ സിനിമ ചെയ്യാമെന്ന് പറയുന്നു. അതിന് പ്രൊഡക്ഷൻ ഹൗസ് വരുന്നു. അങ്ങനെ ആ സിനിമ സംഭവിച്ചു. സിനിമ സംഭവിക്കുമ്പോൾ ഇതിന് ഇന്നതായിരിക്കും റിസൾട്ടൊന്നും നമുക്ക് അറിഞ്ഞൂടാ. സിനിമ തിയേറ്ററിൽ വരുമോ, കാണുമോ, അല്ലെങ്കിൽ അവാർഡൊക്കെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതന്നെയില്ല. അപ്പോൾ നമ്മൾ ആ സിനിമ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, സിനിമ എങ്ങനെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാമെന്ന് മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ സ്ട്രെസ്സിലായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സിനിമ തിയേറ്ററിൽ വരുന്ന ആളുകൾക്കത് ഇഷ്ടമാവുന്ന ആളുകൾ നല്ലത് പറയുന്നു. സിനിമ റിലീസായി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് മാറി. പിന്നെ അടുത്ത സിനിമ തുടങ്ങി. അപ്പോൾ തന്നെ ആക്ഷൻ ഹീറോ ബിജു ആയിരുന്നു രണ്ടാമത് സിനിമ. ആ സിനിമയിലേക്ക് പോയി. അതിൻ്റെ ഇടയ്ക്ക് ആക്ഷൻ ഹീറോ ബിജു ഷൂട്ട് നടക്കുമ്പോഴാണ് ഇതിൻ്റെ അവാർഡ് 98 അവാർഡ് പ്രഖ്യാപനങ്ങളെല്ലാം വരുന്നത് ആക്ഷൻ ഹീറോ ബിജു ഷൂട്ട് നടക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ആ സിനിമയുടെ തിരക്കിലും കൂടെ ആയിരുന്നു. ഹാപ്പിനെസ് ആയിരുന്നു ജീവിതത്തിൽ. എല്ലാം ദൈവത്തോട് നന്ദി മാത്രമേ ഉള്ളൂ. കാരണം ഇതെല്ലാം വളരെ സന്തോഷമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ വിചാരിക്കുന്നത് ഒന്നും തന്നെ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമായിരിക്കും. ഇത് ഒന്നും തന്നെ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ, വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ കിട്ടുന്നതെല്ലാം വളരെ ബോണസാണ് എന്ന് പറയുന്ന പോലെ അല്ലേ? അതെ, നമ്മുടെ ലൈഫ് തന്നെ അങ്ങനെയാണല്ലോ. നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മളിങ്ങനെ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്താൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആർട്ട് ഇവിടെ അവശേഷിപ്പിക്കാൻ പറ്റുക. അപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുന്നു. ഈ സിനിമ ഇന്നത്തേക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ തിയേറ്ററിൽ ഇറങ്ങുന്ന ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങൾക്ക് ശേഷവും ആ പ്രോഡക്റ്റ് ഇവിടെ നിലനിൽക്കുന്നുണ്ടാവും. ഇതിനു മുൻപ് ഇല്ലാതിരുന്ന ഒരു ആർട്ട് ഫോം നമ്മൾ ഉണ്ടാക്കുന്നു. അത് കാലങ്ങൾക്ക് ശേഷവും ആ പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടാവും. കാലങ്ങൾക്ക് ശേഷം ചിലപ്പോൾ അത് ഏത് രീതിയിലായിരിക്കും ആളുകൾ റീഡ് ചെയ്യാന്നറിയില്ല. ചിലപ്പം ഇന്നത്തതിനേക്കാളും ഇഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ ഇന്ന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വരാം. പക്ഷെ നമ്മളൊരു ആർട്ട് ഫോം അവശേഷിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത്, അതൊരു ചരിത്രമായി മാറാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. ആ ഒരു സ്വപ്ന സമാനമായ ഒരു അവസ്ഥയിലാണ് സത്യത്തിൽ ഞാൻ. എല്ലാ ഫിലിം മേക്കേഴ്സും അങ്ങനെ ആയിരിക്കും. പലർക്കും പലതരത്തിലുള്ള ഹാപ്പിനെസ് ആയിരിക്കും തോന്നുന്നത്. ആസ് എ ഫിലിം മേക്കർ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ലൈഫിൽ ഇങ്ങനെ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുന്നത്, സിനിമ ആലോചിക്കാൻ പറ്റുന്നത്, എഴുതാൻ പറ്റുന്നത്, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, അത് റിലീസ് ചെയ്യാൻ പറ്റുന്നത്, ആളുകളുടെ ഇടയിലിരുന്നത് കാണാൻ പറ്റുന്നത്, എല്ലാം ഹാപ്പിനെസ്സാണ്. നമുക്കങ്ങനെ ഒരു സന്തോഷമാണ് എല്ലാം. ചില സിനിമകൾക്ക് പലതരത്തിലുള്ള റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. സിനിമ കൊമേഴ്സ്യൽ വിജയിച്ചിട്ടുണ്ട്, കൊമേഴ്സ്യൽ വിജയിക്കാതിരുന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. സിനിമ നമ്മൾ ചെയ്യുക, സിനിമ ഇറക്കുക, ആ സിനിമ അവിടെ നമ്മൾ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ആ പ്രോഡക്റ്റ്, ആ ആർട്ട് ഫോം അവിടെ, ആ ആർട്ട് അവിടെ നിൽക്കും. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാം. പക്ഷെ അങ്ങനെ ഓരോ പ്രതീക്ഷയുടെ ഓരോരോ സിനിമകൾ നമ്മൾ ഉണ്ടാക്കുകയാണല്ലേ. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നിനച്ചിരിക്കാതെ എന്താ പറയുക, നമുക്ക് നല്ല ഹിറ്റ് അടിക്കുന്നു, ഒരുപാട് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഇതാക്കി പറയണു, അപ്രീഷിയേറ്റ് ചെയ്യണു എന്നൊക്കെ കണ്ടു കഴിയുമ്പം നമുക്ക് സന്തോഷം തന്നെ. അപ്പോൾ ആ ഒരു സന്തോഷം, പിന്നെ പെട്ട അവാർഡ് കിട്ടുക, ഇങ്ങനെ എന്തൊക്കെ പറയുമ്പം നമ്മുടെ ഉത്തരവാദിത്വം കൂടെ കുറച്ചും കൂടെ മാറിയെന്ന് പോലെയോ, അല്ലെങ്കിൽ ജനങ്ങൾ പിന്നീട് നമ്മൾ ചെയ്യുന്ന സിനിമകളിൽ നിന്നുള്ള അവരുടെ എക്സ്പെക്റ്റേഷൻ പിന്നെ മാറുകയാണ്. ഓക്കെ, ഇത് 1983 ഡയറക്ടറാണ്, എബ്രിഷൻ ചെയ്യുന്ന അടുത്ത മൂവി, അപ്പം ആക്ഷൻ ഹീറോ ബിജു അതുകൊണ്ട് തന്നെ സൂപ്പറായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങൾ തിയേറ്ററിലേക്ക് പോകുന്നത് തന്നെ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ശരിക്കും ആ ഒരു പ്രഷർ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് എത്രത്തോളമാണ് ഷൈൻ ചേട്ടാ? സെക്യൂരിറ്റി ആയിട്ടാവട്ടെ, ഇൻസെക്യൂരിറ്റിയും ചിലപ്പോൾ ഉണ്ടാവും. കാരണം നമ്മളിത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, ഈശ്വര, ആ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവുമല്ലോ. പബ്ലിക് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? നമ്മുടെ സിനിമ ഒരു സിനിമ ഉണ്ടാക്കുന്നു. ആ സിനിമ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിന് മുൻപ് അങ്ങനെ ഒന്നുമില്ല. കാരണം ഒരിക്കലൊരു കഥയുണ്ടായി,
ഈ കഥ തിരക്കഥ രൂപത്തിലേക്കാക്കി സിനിമ രൂപത്തിലേക്കാക്കുമ്പോൾ ഇതിന് മുൻപുള്ള ഒരു സിനിമയുടെ റീമേക്ക് വരാം. ചിലപ്പോൾ ചില സിനിമകളൊക്കെ പല പ്രാവശ്യം റീമേക്ക് ചെയ്യപ്പെടാം. അതല്ലാതെ മൗലികമായിട്ട് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ ആദ്യമായിട്ടാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ആ കോൺസെപ്റ്റിൽ അങ്ങനെ ഒരു സിനിമ ആ രീതിയിലാണ് ആദ്യമായിട്ട് നമ്മൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ വരികയോ തിയേറ്ററിൽ വന്നതിൻ്റെ റിസൾട്ട് ഇത് മുൻപ് നമുക്ക് ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞ സാധനമില്ല. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ഈ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇട്ടിട്ട് അവിടുന്ന് റിവ്യൂ എടുത്തിട്ട് ഇത് ഇന്ന റിവ്യൂ ഉണ്ട്, എന്നാൽ പിന്നെ ഇങ്ങനെ കറക്ഷൻ ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഇറക്കി വിടാമെന്ന് പറയുന്നത് പോലെയല്ലല്ലോ സിനിമ. സിനിമ ഒരിക്കൽ നമ്മൾ ഇറക്കി വിട്ടാൽ പിന്നീട് അത് തിരിച്ചു വിളിച്ചിട്ട് പിന്നെ കറക്റ്റ് ചെയ്തിട്ട് തിരിച്ച് വിടാനുള്ള സ്പേസ് ഇല്ല. അത് ആ സിനിമ ആദ്യമായിട്ടും അവസാനമായിട്ടും അപ്പോഴായിരിക്കും ഉണ്ടാകുന്നത്. അത് പുതുതായിട്ട് നമ്മൾ ഉണ്ടാക്കി അവിടെ വെച്ചു, പിന്നീട് അതിൻ്റെ മേളിൽ കറക്ഷൻസ് ഇല്ല. തിയേറ്ററിൽ ചിലപ്പോൾ റിലീസ് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ എഡിറ്റ് ചെയ്യാം, ചെറിയ സെൻസർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കട്ട്സ് വരുത്താമെന്നുള്ള, അല്ലാതെ പ്രോഡക്റ്റ് അത് തന്നെ ആയിരിക്കും. അപ്പോൾ അത് റെസ്പോൺസിബിലിറ്റി ആണ്, വിജയത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അങ്ങനെ നമ്മൾ ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ സിനിമ കഴിഞ്ഞു, ആ സിനിമ തീർന്നു, അടുത്ത സിനിമ കഴിഞ്ഞു, ഇനി നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോകും. ഇതുവരെ ഇല്ലാത്ത ഒരു സിനിമ നമ്മൾ വീണ്ടും ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ സിനിമയില്ല, അങ്ങനെ സിനിമ വന്നിട്ടില്ല. അപ്പോൾ ആ സിനിമ കാണുന്ന പ്രേക്ഷകൻ്റെ മുന്നിൽ നമ്മൾ എന്തിനീ സിനിമ ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ എന്നെ ഏത് തരത്തിൽ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിലും ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലും എൻ്റെ ബുദ്ധിയും അല്ലെങ്കിൽ എൻ്റെ സെൻസിബിലിറ്റിയും എൻ്റെ എസ്തെറ്റിക് സെൻസും എൻ്റെ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലുള്ള സെൻസും എൻ്റെ ഫിലിം മേക്കർ എന്നുള്ള സെൻസും ഇത് കാണാൻ പോകുന്ന പ്രേക്ഷകൻ എന്നുള്ള സെൻസും എല്ലാം കൂടി സിങ്ക്രണൈസ് ചെയ്തിട്ട് ഇത് സെറ്റായി വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ശരി, ഇങ്ങനെ സാധനം ചെയ്താൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ തുടങ്ങും. ഇങ്ങനെ സാധനം വന്നിട്ടില്ല, ഓക്കെ, ഇങ്ങനെ സാധനം നമ്മൾ ആരും ട്രൈ ചെയ്തിട്ടില്ല, വേറൊരാൾ വന്നിട്ടില്ല, അപ്പോൾ ഇതൊരു പുതിയതായിരിക്കും, ആളുകൾ കാണാത്ത ഒന്നായിരിക്കും. ഈ തിയേറ്ററിൽ ഇരുട്ട മുറിയിൽ എല്ലാവരും കൂടെ ഇരുന്ന് കാണുമ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില എലമെൻറ്റുകൾ ഇതിനകത്ത് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു ഫസ്റ്റ് തോട്ട്, ആദ്യത്തെ ഒരു നമുക്കൊരു കിക്ക് കിട്ടുന്നു. ശരി, നമ്മളെ ട്രിഗർ ചെയ്യുന്നു, ഈ സബ്ജക്റ്റ് ചെയ്താൽ ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ സിനിമയിലേക്ക് വരുന്നത്. അതിനുശേഷം ഇത് പിന്നീട് പലർക്കും ഇതേ എനിക്ക് കിട്ടിയ അതേ കിക്ക് ഇതിൽ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സിന് അല്ലെങ്കിൽ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റർക്ക് ഒക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നു, ഒരു സൈഡിൽ നിന്ന് ആക്ടേഴ്സിന് സപ്പോർട്ട് കിട്ടുന്നു. അപ്പോഴാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ആദ്യം നമുക്ക് പ്രൊഡ്യൂസറെ കിട്ടുക, ആക്ടേഴ്സിനെ കിട്ടുക. ഇങ്ങനെ വന്നിട്ട് നമ്മൾ സിനിമ തുടങ്ങി. ഇനി നമ്മുടെ പണം ഇത് ചിലവഴിക്കാനുള്ള ആൾ വന്നു, ഇത് ആക്ട് ചെയ്യാനുള്ള ആക്ടേഴ്സ് വന്ന ശേഷം ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സിലുള്ള ആദ്യം നമ്മൾ മനസ്സിൽ കണ്ട സാധനവുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇത് നമ്മൾ അതുമായിട്ടോ അതിനേക്കാൾ മുകളിലോ നമ്മളിത് ശരിയാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ആ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ പരിമിതികളുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകും, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ശരി, എൻ്റെ മനസ്സിൽ ഇങ്ങനെ സിനിമ ഉണ്ടല്ലോ, ഇങ്ങനെ ട്രൈ ചെയ്താലോ. നമ്മളുടെ ലിമിറ്റേഷൻസിൽ നിന്ന് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുന്നു. ആ ശ്രമം നമ്മളെ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഈ ശ്രമം ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്? ഇത് എൻ്റെ സെൻസിബിലിറ്റി, എൻ്റെ സെൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ ചെയ്യുക. ഞാൻ എന്നെ വിശ്വസിക്കുക. ഞാനിത് ഹാപ്പി ആവുന്നുണ്ടോ എന്ന് വിശ്വസിക്കുക. അങ്ങനെ പ്രോഡക്റ്റ് ഇറക്കുക. അപ്പോൾ എൻ്റെ സമാന ചിന്തയുള്ള അല്ലെങ്കിൽ എൻ്റെ സെൻസിബിലിറ്റി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വ്യത്യാസമില്ലാത്ത ആളുകൾക്കിത് കണക്റ്റ് ആവും. അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു 70% ആളുകൾ ഇത് കണക്റ്റ് ആവണം. ഒരു തിയേറ്ററിൽ വരുന്നിരിക്കുന്ന ഒരു 60% ആൾക്കാർക്ക്, ഒരു 70% ആൾക്കാർക്ക് ഇത് കണക്റ്റ് ആയാലേ നമുക്ക് കൊമേഴ്സ്യലി പൈസ തിരിച്ച് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ആലോചിക്കും, ഇങ്ങനെ നമ്മുടെ സെൻസിബിലിറ്റി അവരുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. എന്നാലും നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതേ ഉള്ളൂ മാർഗം. കാരണം മറ്റൊരാൾക്ക് ഇതാകുമായിരിക്കും ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് എനിക്കിഷ്ടമില്ലാത്തൊരു പടം ചെയ്തിട്ട് കാര്യമില്ല. എനിക്കിഷ്ടമില്ല ഈ പടം, ഞാനിങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു പോയിന്റിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല. എനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ഹാപ്പി അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിലും ഞാനത് ചെയ്യാൻ തയ്യാറില്ല. കാരണം എനിക്ക് ആ ജഡ്ജ്മെൻ്റ് ഇല്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഞാൻ ഹാപ്പിയാണോ ഇനി ചെയ്ത്. അപ്പം നമ്മൾ പ്രോഡക്റ്റ് പുറത്തിറങ്ങിയാലും ഓക്കെ, അത് ഞാൻ ചെയ്തു,
ചിലപ്പം ഭാഗ്യവശാൽ ചിലപ്പം ഭാഗ്യവശാൽ എൻ്റെ ഭാഗ്യവശാൽ അത് ഹിറ്റാവും, എല്ലാ ആൾക്കാർക്ക് ഇഷ്ടമാവുന്നു, ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാവുന്നില്ല. പക്ഷേ നമുക്കിതൊരു പടം ഇറങ്ങി കഴിയുമ്പോൾ നമുക്കൊരു റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് എനിക്ക് പിഴച്ചത്, അല്ലെങ്കിൽ എനിക്ക് എന്ത് കൊണ്ടാണ് വിജയിച്ചത് എന്നൊക്കെ ഉള്ളത് നമ്മൾ വീണ്ടും ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം നമ്മൾ ഒന്ന് നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടെ നമ്മുടെ സെൻസ് വേറൊരു തരത്തിൽ റീഫോം ആവും. അപ്പോൾ അത് വീണ്ടും നമ്മുടെ സെൻസിനെ നമ്മൾ തന്നെ ഒന്ന് പൊടിതടച്ച് ഇങ്ങനെ ബെറ്റർ ആക്കിക്കൊണ്ടേയിരിക്കും. ഇന്നലെ ഞാൻ ഷൂട്ട് ചെയ്ത പോലെ ആയിരിക്കില്ല ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്ത പോലെ ആയിരിക്കില്ല നാളെ ചെയ്യുന്നത്. ഇന്നലെ ഞാൻ ആർട്ടിസ്റ്റിനോട് പെർഫോം ചെയ്യിപ്പിച്ച പോലെ ആയിരിക്കില്ല അല്ലെങ്കിൽ ഇന്ന് പെർഫോം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യുന്ന പർട്ടിക്കുലർ ഡേയിൽ എല്ലാം കൂടെ ഒത്തുവരുന്ന പോലെ അതുപോലെ തന്നെ പിറ്റേ ദിവസം ചിലപ്പോൾ ചെയ്തുകൊണ്ടെന്ന് നിർബന്ധമില്ല. അന്നേരം ചിലപ്പോൾ നമ്മുടെ സെൻസ് വേറെ ആയിരിക്കും. ഒന്നാമത്തെ കാര്യം, ഒരു സ്ക്രിപ്റ്റ് കിട്ടുക, ഒരു പേപ്പറിലൊരു സാധനം എഴുതി ആ സാധനം അതുപോലെ അണുവിട മാറ്റമില്ലാതെ ഒരു എൻജിനീയറിങ് വർക്ക് പോലെ അതിനൊരു രൂപം കൊടുക്കുന്നതിനേക്കാൾ അതിന് എല്ലാ രീതിയിലും അതിനൊരു ആത്മാവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ചിലപ്പം ആ പർട്ടിക്കുലർ ഡേയിൽ എൻ്റെ സെൻസ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വേറെ ദിവസം ചിലപ്പോൾ അങ്ങനെ ആയിക്കോളും നിർബന്ധമില്ല. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതെ, ശരിക്കും ലൈഫിൽ ഇപ്പം സക്സസ് നമുക്ക് ഒരു മൂവീസ് നമുക്ക് ഒരുപാട് സക്സസ് തരുന്നു, മറ്റൊരു മൂവി നമുക്ക് കുറച്ച് ഫെയിലിയേഴ്സ് തരുമ്പോഴും എല്ലാ മൂവിയും നമ്മളെ ഓരോ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷൈൻചേട്ടൻ പറഞ്ഞ പോലെ ഓരോ ദിവസങ്ങൾ ഓരോ ഷോർട്സിൽ നിന്നും ഓരോ പാഠങ്ങളാണ് പഠിക്കുന്നത് അല്ലേ. അത് നിങ്ങൾ റിയലൈസ് ചെയ്ത് പിന്നീട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അടുത്ത ഓരോ സിനിമയിലേക്കും അത് സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു വിലപ്പെട്ടതാണല്ലോ നമ്മളെ സംബന്ധിച്ച്. നേരം വെളുത്ത് നമ്മൾ എഴുന്നേക്കാൻ പറ്റുന്നത്, നമുക്ക് ഉറങ്ങുന്നവരെ നമ്മൾ ജീവിച്ചിരിക്കുന്ന എല്ലാ മൊമെൻറ്റും നമുക്ക് വിലപ്പെട്ടതാണ്. ഓരോ മൊമെൻറ്റിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഠിക്കും. നമുക്ക് അനുഭവം ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ തിരുത്തും, ചിലപ്പോൾ നമ്മൾ ഒരു പുതിയൊരു അറിവ് നമുക്ക് കിട്ടും. ഓരോ ദിവസവും നമുക്ക് എന്തെങ്കിലും അറിവ് കിട്ടും. ഓരോ ദിവസവും നമ്മൾ എന്തെങ്കിലും ചെറിയ തിരുത്തലുകൾ ചിലപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മനുഷ്യരുണ്ടായിരിക്കും. ഞാൻ അങ്ങനെയല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫെയിലേഴ്സ് എന്തെങ്കിലും ലൈഫിൽ വരുമ്പോൾ അത് ഷൈൻചേട്ടനെ ഒരുപാട് അപ്സെറ്റ് ആക്കാറുണ്ടോ? നമ്മളൊരു സാധാരണ മനുഷ്യനാണല്ലോ, എല്ലാ ഇമോഷൻസ് ഉള്ള മനുഷ്യനാണല്ലോ. ഞാൻ നന്നായി ചിരിക്കുന്ന ആളാണ്, ചിരി വരും, ഇമോഷൻസ് ഉണ്ടാവും, കണ്ണ് നിറയുന്നതൊക്കെ തരത്തിലുള്ള എല്ലാ തരത്തിലും ഇമോഷൻസ് ഉള്ളൊരു മനുഷ്യനാണ്. ഒരു സാധാരണ മനുഷ്യന് എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടോ അതെല്ലാം എനിക്കുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഒന്ന് വിചാരിക്കുന്നു, ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റർ പൈസ മുടക്കുന്നു, ആ ഇൻവെസ്റ്റർക്ക് പൈസ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഡെസ്പറേറ്റ് ആവും. കാരണം ആ ഇൻവെസ്റ്റർ എന്നെ വിശ്വസിച്ച് വന്നിട്ട് ആ ഇൻവെസ്റ്റർ പണം തിരിച്ച് കിട്ടിയില്ലല്ലോ എന്ന് നമ്മൾക്ക് വിഷമം തോന്നും. അല്ലെങ്കിൽ ഞാനങ്ങനെ എൻ്റെ ഒരു ആർട്ട് ഒരു പക്ഷേ പ്രേക്ഷകൻ്റെ ആ പോയിന്റിലേക്ക് എത്താതിരുന്നത് കൊണ്ടാണല്ലോ അത് ചിലപ്പം അത് ഇൻവെസ്റ്റർ പണം പോകുന്നു, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ സ്വപ്നങ്ങൾ തകരുന്നു, അങ്ങനെ പല പോയിന്റ്സും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും വിഷമത്തിലാവും. സ്റ്റിൽ നമ്മൾ വീണ്ടും പ്രൊഡ്യൂസർ വിഷമത്തിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സെൻസിബിലിറ്റിയെ മറക്കുക എന്ന് പറയുന്നതും നമുക്ക് നമ്മുടെ ബുദ്ധീനെ വിശ്വസിച്ച് മാത്രമേ, നമ്മുടെ സെൻസിബിലിറ്റി വിശ്വസിച്ച് മാത്രമേ നമുക്കൊരു പ്രോഡക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് വിഷമം തോന്നും. പക്ഷെ അതിൽ നിന്നുള്ളൊരു റിക്കവറി സ്റ്റേജ് എങ്ങനെയാണ് ഷൈൻചേട്ടൻ്റെ? കുറേ സമയം എടുത്താണോ തിരിച്ചാവുക? ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വിഷമം വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫിലിം മേക്കിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട് കൊമേഴ്ഷ്യലിയൊക്കെ. നമ്മൾ ചിലപ്പോൾ ഒരു കുറച്ച് നാളൊക്കെ നമ്മൾ പുതിയ തോട്ടിലേക്ക് പോകും, പുതിയ സിനിമയുടെ കഥയിലേക്ക് ആയിരിക്കും. എനിക്ക് ദൈവാനുകരിച്ച് ഞാൻ സിനിമ ജീവിതം തുടങ്ങിയിട്ട് ഇന്നേവരെ എനിക്കൊരു നെക്സ്റ്റ് പ്രോജക്റ്റ് എന്താണെന്നുള്ള ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടായിട്ടില്ല. ഒന്ന് കഴിയുമ്പോൾ തന്നെ എനിക്ക് അടുത്ത പ്രോജക്റ്റ് ഞാൻ അപ്പോൾ ഒരെണ്ണം നടക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും എൻ്റെ നെക്സ്റ്റ് പടം ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ നെക്സ്റ്റ് 3 ഓപ്ഷൻസ് ഉണ്ട്, ആ 3 ഓപ്ഷനിൽ ഒന്ന് ഞാൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നേ വരെ എനിക്കൊരു സിനിമ നെക്സ്റ്റ് ഇനി എന്ത് സിനിമ ചെയ്യുമെന്ന് അറിയാൻ പറ്റാതെ, ഒരു സിനിമ ഓണാക്കാൻ പറ്റാതെ പോയിട്ടുള്ള ഒരു അവസ്ഥ സോഫാറില്ല. ഒരു പടം കഴിയുമ്പോൾ തന്നെ അടുത്ത പടത്തിൻ്റെ വർക്കിലായിരിക്കും. അതിൻ്റെ സമയം എടുക്കുമായിരിക്കും. ഒരു സിനിമ കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ അടുത്ത സിനിമ വരുന്നത്. ആ 2 വർഷം എനിക്കൊരു പ്രോജക്റ്റ് ഓണാക്കാൻ പറ്റാതെ ഞാൻ ഒരു നടനോട് കഥ പറഞ്ഞിട്ട്
അത് നടക്കാതെയോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസിനോട് പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ ഹൗസ് കിട്ടാത്തതോ ആയിട്ടുള്ളൊരു പ്രശ്നം സോഫാർ എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു സിനിമ കഴിയുമ്പോൾ തന്നെ അടുത്ത പ്രോജക്റ്റ് ഓണാണ്, ഒരു സിനിമ കഴിയുമ്പോൾ തന്നെ അടുത്ത പ്രൊഡക്ഷൻ ഹൗസ് ഓണാണ്, ഒരു സിനിമ കഴിയുമ്പോൾ തന്നെ ആക്ടേഴ്സ് ഓണാണ്. ഇനി ആക്ടേഴ്സ് ഇല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ ആളുകൾ വെച്ചെടുക്കും. ഞാൻ തീരുമാനം എടുക്കാമെന്നുള്ളതാണല്ലോ ഏത് സിനിമ ചെയ്യണം. ആക്ടേഴ്സ് ഇല്ല, ദെൻ ഓക്കെ പുതിയ ആളുകളെ വെച്ചെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സിനിമ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ സിനിമ ട്രൈ ചെയ്ത് നോക്കാമെന്ന് നമ്മളാണ് തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നിനും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല, അത് എനിക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യൻ്റെ കാര്യമല്ലേ. നമ്മുടെ ബുദ്ധി ഇപ്പം നിലവിൽ നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്, ചെവി കേൾക്കാം. ഇതിൻ്റെ ഒരു കോർഡിനേഷൻ വേണമല്ലോ. നമുക്ക് വിഷ്വലി ഒരു സാധനം കാണുക, നമുക്ക് മ്യൂസിക് സെൻസ് ചെയ്യുക, നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ കോർഡിനേഷന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ഒരു ഡയറക്ടർ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും, നമുക്ക് ഇമാജിനേഷനിൽ പോകാൻ പറ്റും. പക്ഷേ ഫിലിം ഡയറക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ഫിസിക്കലായിട്ടുള്ള കോർഡിനേഷൻ ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് പ്രായമായി വരുമ്പോൾ നമുക്ക് ഈ കോർഡിനേഷനൊക്കെ ചിലപ്പോൾ കുറഞ്ഞു വരുമായിരിക്കും. അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതെന്താണെന്ന്. 90 വയസ്സുള്ള ആൾക്കാരും സിനിമ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിൻ്റ് ഈസ്റ്റ്വുഡ് 95-90 വയസ്സ് കഴിഞ്ഞിട്ടും മനോഹരമായിട്ടുള്ള സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ സിനിമയിലും ഇപ്പോൾ പലരും പല 70 വയസ്സ് കഴിഞ്ഞിട്ടും 80 വയസ്സിലൊക്കെ ഗ്രേറ്റ് ഫിലിംസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു, പക്ഷേ ഫിസിക്കലായിട്ടുള്ള നമ്മുടെ ഓട്ടം ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഇതിനു വേണ്ടി ഓടി നടന്ന് അലഞ്ഞ ഒരു പരിപാടി ചെയ്യണം. അപ്പോൾ ഇതുവരെ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ചെയ്യാൻ പറ്റുന്ന കാലത്തോളം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഒരു കഥ എഴുതുന്നതാണോ അതോ ഡയറക്റ്റ് ചെയ്യുന്നതാണോ അപ്പോൾ കൂടുതൽ ഈസി ആയിട്ട് ഷൈൻ ചേട്ടന് തോന്നുന്നത്? ഒന്നും ഈസി അല്ല. എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് ആദ്യം ഒരു ബേസ്, ഒരു തോട്ട് ഉണ്ടാവുക. ഒരു ബേസ്, ഒരു മൂല ബീജം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടുക. ഇവിടെ നിന്നാണ് നമുക്കൊരു മൂലകഥ എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ഇതിൽ നിന്നാണ്, ഒരു വിത്തിൽ നിന്നാണ് പിന്നെ ഇത് വികസിപ്പിച്ച് ഒരു മരമായി മാറേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ആ തോട്ട് കിട്ടുക എന്നുള്ളതാണ്. ആ തോട്ട് ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പല തോട്ടുകളും വരുമായിരിക്കും. അതിനകത്ത് ശരി ഇത് ക്രാക്ക് ചെയ്യാൻ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ തോട്ട് വരുന്നു. ഇത് പതുക്കെ നമ്മൾ വെള്ളമൊഴിച്ച് ഇതിനെ വളർത്തിക്കൊണ്ടുവരുന്നു. ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്ന വഴിയിൽ നമ്മൾ പലരോടും ചർച്ച ചെയ്യുമ്പോൾ ചിലർ പറയും ഇത് സുഖമായിട്ടില്ല എന്ന് പറയും, ഇത് രസമില്ലെന്ന് പറയും. അങ്ങനെ വളർന്നു വരുന്ന സമയത്ത് പല ആളുകളോടും നമ്മൾ ചർച്ച ചെയ്യും. എനിക്ക് പരിചയമുള്ള ആളുകളോട്, എനിക്ക് അടുപ്പമുള്ള ആളുകളോട് ചർച്ച ചെയ്യുമ്പോൾ അവർക്കും എനിക്ക് തോന്നുന്ന അതേ എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാവും ഇത് ഞാൻ വളരെ അടുത്ത് നിൽക്കുന്ന കുറച്ച് ആളുകളോട് ഇങ്ങനെ സംസാരിക്കും. ചിലപ്പോൾ അവർ ചില സജഷൻസ് പറയാം. അങ്ങനെ പോകവേ ഇതിനൊരു ശരിയൊരു സിനിമയുടെ ഫുൾ ഫോമിലേക്ക് എത്തി. നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലേക്ക് എത്താമെന്ന് പറയുന്ന ഒരു പോയിന്റിലും ഈ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ആ സിനിമയിലേക്ക് ഞാൻ വീഴും. ഇനി ആ പോകുന്ന പോകിൽ ചിലപ്പോൾ പാതി വഴിക്ക് ചിലപ്പോൾ നമ്മുടെ ആ ഒരു നമുക്ക് തുടക്കത്തിൽ ആ ഫയർ കിട്ടി മുന്നോട്ട് വികസിപ്പിച്ച് വന്നപ്പോൾ എവിടെയോ വന്നത് സ്റ്റക്കായിപ്പോയി. പിന്നീട് അത് വികസിപ്പിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ എക്സൈറ്റ്മെന്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ പുതുമ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ ഞാനത് അവിടെ വെച്ച് ഉപേക്ഷിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പിന്നെ എത്രയോ വട്ടം അങ്ങനെ ഉപേക്ഷിച്ച ശേഷം പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടാം. അന്ന് ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി പോയി. ആ സ്റ്റക്കായി പോയത് പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ചിലപ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടും. ആ സ്റ്റക്കായ പോയിന്റ് എവിടെയാണ്, ആ സ്റ്റക്കായ പോയിന്റിൽ നിന്ന് അത് വീണ്ടും വളർന്നു വരാനുള്ള ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു ബേസ് സാധനം ഇതെല്ലാം ഓർമ്മയിൽ നിൽക്കും. ഇത് വീണ്ടും ചിലപ്പോൾ വികസിച്ച് വന്നേക്കാം. അപ്പോൾ വീണ്ടും ചിലപ്പോൾ ആരെങ്കിലും കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ അന്നൊരു കഥ പറഞ്ഞില്ലേ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അതെന്തായെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ അന്നേരം വീണ്ടും ഇതിനെ പൊക്കിയെടുത്തുകൊണ്ടുവരാം. ആ കഥയുടെ രൂപം കഴിഞ്ഞിട്ട് പിന്നെ ഇത് എഴുതുക എന്നുള്ളതാണ്. അതിൻ്റെ സീക്വൻസുകൾ ഉണ്ടാക്കുക, അതിൻ്റെ സീനുകൾ ഉണ്ടാക്കുക. അത് ഭയങ്കര ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. അത് നമ്മൾ ഏറ്റവും ടയേർഡാവുന്നത് ഈ പ്രോസസ്സിലാണ്. ഈ എഴുത്ത് പ്രോസസ്സിൽ ഈ കണ്ടന്റ് എഴുതി ഉണ്ടാക്കുക. ഇതെന്താണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, എന്താണ് ഷൂട്ട് ചെയ്ത് ഞാൻ കയറ്റാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ എക്സിക്യൂഷൻ പാർട്ടിലേക്ക് വരുന്ന ഈ ക്യാരക്ടർ എന്താണ്, ഈ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, ഈ ക്യാരക്ടർ തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ഈ കഥയുടെ വികാസം എന്താണ്, ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഇതിൻ്റെ തുടക്കം എവിടെയാണ്, ഇത് ഇൻ്റർവെൽ എവിടെയാണ്, ഇത് പിന്നീട് എവിടെ നിന്ന് തുടങ്ങുന്നത്, ഇതിൻ്റെ കോൺഫ്ലിക്റ്റ് എന്താണ്, ഇതെന്താണ്, ഇതിൻ്റെ എവിടെ എൻഡ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രോസസ്സ് ആക്ച്വലി ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതാണ് നമ്മളെ ഏറ്റവും ടയേർഡായി കളയുന്നത്. നമ്മളൊരു എന്താ പറയുക, ഒരു 10 ഏക്കർ പറമ്പ് കിളയ്ക്കാൻ വേണമെങ്കിൽ നമുക്ക് മെന്റലി നമ്മളൊരു സാധനം ഇങ്ങനെ നമ്മൾ ടയേർഡായി പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ആലോചിക്കും, നമ്മൾ തളരും, ഇങ്ങനെ തളർച്ച എന്ന് പറയുന്നത് മെന്റലി ഉള്ള തളർച്ചയാണ്.
നമുക്ക് കിട്ടാതെ നമ്മൾ ചിലപ്പോൾ ബ്ലോക്ക് വരും. അപ്പോൾ നമ്മൾ വീണ്ടും ആലോചിക്കും, ചിലപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവും. ഈ ഒരു അവസ്ഥ ഭയങ്കര പാടാണ്. പക്ഷെ നമുക്ക് വൺസ് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് കിട്ടി, അപ്പോൾ പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോസസ്സ് എനർജിയാണ്. അപ്പോൾ നമുക്കൊരു എനർജി കയറും. നമുക്കിത് ആർട്ടിസ്റ്റിനോട് പെർഫോം ചെയ്യിപ്പിക്കും, ബാക്കിയുള്ള ആർട്ട് എല്ലാ സാധനങ്ങളും കോർഡിനേറ്റ് ചെയ്ത് ഈ പരിപാടിയിലേക്ക് നമ്മൾ എത്തിക്കും. ആ ഷൂട്ട് ചെയ്ത് നമ്മൾ എങ്ങനെയെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യും. അതിന് മുൻപുള്ള ഈ പേപ്പർ വർക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട്. കാരണം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം ഈ ചിലപ്പോൾ ഇത് ഒരുമിച്ച് വികാസം പ്രാപിച്ചു വരും. നമ്മൾ ചിലപ്പോൾ ഈ ഒരു ഹാഫ് കുക്ക്ഡ് ഒരു റൈറ്റിംഗ് തന്നെ ചിലപ്പോൾ ഞാൻ തുടങ്ങിക്കളയും. കാരണം എനിക്ക് തോന്നും ചിലപ്പോൾ ഇത് തുടങ്ങി കഴിയുമ്പോഴായിരിക്കും എനിക്കിത് വികാസം പ്രാപിക്കുക എന്ന് തോന്നും. അപ്പോൾ ഞാൻ എന്നെ വിശ്വസിച്ചിട്ട് എനിക്ക് വരും, ഞാൻ എഴുതി എനിക്ക് വരും എന്നുള്ള രീതിയിൽ എനിക്കൊരു റൂട്ടുണ്ട്. ഒരു ചിലപ്പോൾ ഒരു മൂടൽമഞ്ഞ് പോലെ ആയിരിക്കും. മൊത്തത്തിൽ റൂട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും എനിക്കറിയാം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് എത്തേണ്ടത് ഇന്ന സ്ഥലത്താണെന്നുള്ള റൂട്ട് എനിക്കറിയാം. പക്ഷെ പോകുന്ന വഴി മുഴുവനും മൂടൽമഞ്ഞാണ്. എനിക്ക് എത്തേണ്ടത് കൊടൈക്കനാലിലേക്കാണ്, എനിക്ക് എത്തേണ്ടത് ഊട്ടിയിലേക്കാണ് തീരുമാനിക്കുന്നു. ഞാൻ വണ്ടി എടുക്കുന്നു, വിടുന്നു, മുന്നിൽ മൂടൽമഞ്ഞായിരിക്കും. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടും തുടങ്ങാറുണ്ട്. എനിക്കത് ആ റൂട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയ ശേഷം അങ്ങനെ ഞാൻ സിനിമ തുടങ്ങിയിട്ടില്ല ആക്ച്വലി. എല്ലായ്പ്പോഴും ആ ഒരു എല്ലാ മൂവീസിലും അങ്ങനെ ഉണ്ട്. ആ പോകുന്ന വഴിക്ക് അതെങ്ങനെ അത് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. മൊത്തം ഒരു ക്ലാരിറ്റി ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ അടുത്ത് ഒരുപാട് പേര് സ്ക്രിപ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ട്. ഈ സിനിമ ഷൂട്ട് ചെയ്യണമെന്ന് തോന്നുന്ന രീതിയിൽ ഒരു കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട്. ആ സ്ക്രിപ്റ്റ് പ്രോസസ് ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഫിലിം മേക്കിങ്ങിൻ്റെ പ്രോസസ്സ് മാത്രം ആലോചിച്ചാൽ മതി. എനിക്കിത് രണ്ടും കൂടി കണക്ട് ചെയ്താണ് പോകുന്നത്. അത് ആ പ്രോസസ്സ് കുറച്ച് തളർച്ച തന്നെയാണ്. ചിലപ്പോൾ പിന്നെ എപ്പോഴും ഷൂട്ടിന് എനർജി കിട്ടിക്കൊള്ളുന്നില്ല കേട്ടോ. ഷൂട്ടും ചിലപ്പോൾ നമ്മൾ തളരും. ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാണ്ടും ചിലപ്പോൾ നമ്മൾ, കാരണം ഈ സീൻ ഇങ്ങനെയാണ്, ഈ സീക്വൻസ് സാധാരണ പോലെ അല്ലാതെ വേറൊന്നും ഇതിനു മുൻപ് വന്നിട്ടില്ലാത്തൊരു പരിപാടി, എന്തെങ്കിലുമൊക്കെ ഇതിനകത്തൊരു പുതിയൊരു പരിപാടി വേണമല്ലോ, അതെങ്ങനെ ചെയ്തെടുക്കാമെന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴും ചിലപ്പോൾ നമുക്ക് തളർച്ച വരും. ചിലപ്പോൾ ഷൂട്ടിംഗ് സെറ്റിലും തളർച്ച വരും. ഞാൻ ഷൂട്ടിംഗ് സെറ്റിൽ നെക്സ്റ്റ് സീൻ തുടങ്ങാൻ പറ്റാണ്ട് ഞാൻ തളർന്നുറങ്ങി പോയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ സ്പാ പോലും എത്രയോ എല്ലാ സിനിമയിലും ചിലപ്പോൾ നമ്മൾ തളർന്നിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ ഒരു എനർജി വരും. ചിലപ്പോൾ ഒന്ന് ഉറങ്ങി എനിക്കുമ്പോൾ ഒരു എനർജി വരും. അങ്ങനെ തളരുമ്പം തിരിച്ച് നമ്മളെ ബാക്ക് ടു ആക്ഷനിലേക്ക് ആ എനർജി തരുന്ന ഫാക്ടേഴ്സ്. അത് തളർന്നൊരു ചിലപ്പോൾ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ സാധനം ദൈവം നമുക്ക് ഒരു സൊല്യൂഷൻ തരും. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സൊല്യൂഷൻ, ഞാൻ പറയില്ല, എൻ്റെ സിനിമയിൽ സംഭവിച്ചിട്ടുള്ള എല്ലാവരും ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ദൈവത്തിൻ്റെ ഒരു ടച്ചപ്പ് വരും. ദൈവം നമുക്കിപ്പോൾ ഒരു സൊല്യൂഷൻ തരും. ശരി, ഈ വഴി പൊക്കോ അല്ലെങ്കിൽ ആ വഴി പൊക്കോ എന്ന് പറയുന്നത് നമ്മളൊരു ഗൈഡൻസ് കിട്ടും. അപ്പോൾ ഇത് കിട്ടും എന്നുള്ള വിശ്വസിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അത് കിട്ടുമായിരിക്കും, എന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്യും, എനിക്ക് അങ്ങനെ ഹെൽപ്പ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കും. അങ്ങനെ ഹെൽപ്പ് കിട്ടാറുണ്ട്. അതിലൊരു ഞാൻ പറഞ്ഞത് ഒരു സിനിമ മൊത്തത്തിലായി അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അതൊരു മാജിക്കാണ്. എൻ്റെ കയ്യിൽ ഇല്ല സാധനം. ദൈവം അനുഗ്രഹിച്ച് ആദ്യത്തെ തോട്ട് വന്നു, ആ സിനിമ നന്നായി. രണ്ടാമത്തെ സിനിമ വന്നു, അത് ആളുകൾക്ക് ഇഷ്ടമായി. പിന്നീട് വരുന്ന സിനിമകൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്, ഇഷ്ടപ്പെടാതെ പോയ ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ എൻ്റെ കരിയർ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക. ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ എനിക്ക് ഇപ്പോൾ കൂട്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 2013 സിനിമ ഷൂട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 12 വർഷത്തെ ഒരു സിനിമ ഷൂട്ട്, ഇത്രയും കാലം സിനിമ ഷൂട്ട് ചെയ്ത് ഈ പ്രോസസ്സ് ചെയ്ത് ഇത്രയും എക്സ്പീരിയൻസ് നമുക്ക് ഒരു ബെഡായിട്ട് ഉണ്ട്. അപ്പം ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഈ കഥ തുടക്കം ഒരു സംഭവം കിട്ടണമെന്ന് ചേട്ടൻ പറഞ്ഞില്ല. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും ഞാൻ ഇനി അടുത്തത് ചെയ്യണം, എന്ത് ചെയ്യണം. കഥയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ എപ്പോഴും ഉള്ളിൽ ഒരു പുതിയ സംഭവം, ആ ത്രെഡിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടപ്പായിരിക്കും. ചില ആൾക്കാർ അങ്ങനെ അന്വേഷിച്ച് നടന്ന് കിട്ടുന്നതിൽ നിന്നാണ് അവർ പിന്നെ ഡെവലപ്പ് ചെയ്യും, ഇത് സംഭവം കൊള്ളാലോ എന്നുള്ള രീതിയിൽ. എന്നാൽ ചിലർ അങ്ങനെ അതിലേക്ക് ആലോചിച്ചിരിക്കില്ല എന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും വന്ന് വീഴുമ്പോൾ ഇത് കൊള്ളാം എന്ന് അതിൽ ഓവർ തിങ്ക് ചെയ്തിരിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് വന്ന് വീഴുമ്പോൾ ഓക്കെ ഇത് കൊള്ളാം എന്ന് വിചാരിച്ച് പിന്നെ അത് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട്. ഷൈൻ ചേട്ടനെ സംബന്ധിച്ച് എങ്ങനെയാ അതിലേക്ക് ഞാൻ അടുത്ത് എന്തായിരിക്കണം ഇങ്ങനെ ആലോചിക്കും, എന്ത് ചെയ്യണം, ആലോചിച്ച് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കും. നമ്മളൊരു നെക്സ്റ്റ് എന്താണ്
പക്ഷെ ഞാൻ ചിലപ്പോൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമ ആയിരിക്കില്ല. സ്റ്റിൽ വെറുതെ നമ്മൾ ആലോചിക്കും വെറുതെ ഇങ്ങനെ എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അങ്ങനെ വേറൊന്നുമില്ല. നമ്മൾക്ക് ആലോചനയിൽ സിനിമ എങ്ങനെ അടുത്ത സിനിമ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റൊരു സിനിമയ്ക്ക് വെറുതെ ഇരുന്ന് പ്ലോട്ടൊക്കെ ആലോചിക്കും. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾക്ക് ഒരു സാധനം വരാം, ചിലപ്പോൾ ഒന്നും കിട്ടാതിരിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലൊരു കഥയുണ്ട്, അത് ചിലപ്പോൾ നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും എല്ലാ ദിവസവും സിനിമയുടെ കഥയും അതിൻ്റെ തിരക്കഥയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ആലോചനകൾ തന്നെയാണുള്ളത്. ഇപ്പം എൻ്റെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കമ്മിറ്റ് ചെയ്ത പടങ്ങൾ ഞാൻ വേറെ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ കഥകൾ, ഞാൻ ഡയറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ കഥകളൊക്കെയാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ തന്നെ. കുറേ പ്രോജക്ട്സ് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്യാമെന്നുണ്ട്. ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. അപ്പം ആ സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണോ ഇത് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, എൻ്റെ മുന്നിലിപ്പോൾ എനിക്ക് കുറച്ച് സിനിമകളുണ്ട് ആക്ച്വലി. എന്ത് ഭാഗ്യമാണ് ആക്ച്വലി. ഭാഗ്യം എന്ന് വെച്ചാൽ അത് പലപ്പോഴായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് പലപ്പോഴായിട്ട് പറഞ്ഞ് രൂപപ്പെട്ടു വന്ന കഥകളും കാര്യങ്ങളും ഞാൻ അങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. ഹാൻഡ് ഫുൾ അത്രയും പ്രൊജക്ട്സുകൾ ഉണ്ട് എന്ന് പറയണത് തന്നെ എന്ത് വലിയ ഭാഗ്യമാണ്. ദൈവാനുഗ്രഹം കൊണ്ട്. അതെ, ഇങ്ങനെ ഈ തുടക്കം മുതൽ അതിൻ്റെ ഇത്രയും നമ്മുടെ മെൻ്റലി നമ്മൾ ഫിസിക്കലിയും ഒരുപാട് സ്ട്രെയിൻ എടുത്ത് ഒരു കഥയ്ക്കകത്തേക്ക് നിങ്ങൾ ഇരിക്കുന്നത് എത്രയോ നാളുകൾ. ഇപ്പോൾ ഷൈൻചാൻ ഒരു ഇടയ്ക്ക് സംസാരിക്കേണ്ടത് 2 വർഷമൊക്കെ എടുക്കും ഒരു പ്രൊജക്റ്റിലേക്ക് അല്ലേ? അതിലേക്ക് 2 വർഷം എടുക്കുന്നത് ഒരു പ്രോജക്റ്റിലേക്ക് എത്താൻ വേണ്ടിയല്ല, പ്രോജക്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിന്റെ അതിന്റെ പ്രോസസ് ചെയ്ത് അത് പുറത്ത് തിയേറ്ററിലേക്ക് എത്തുക എന്നുള്ള കാലത്തിനാണ് 2 വർഷം എനിക്ക് ഗ്യാപ്പ് വന്നുള്ളൂ. ഇപ്പൊ ആ ഗ്യാപ്പ് കുറഞ്ഞു ഇപ്പൊ ഞാനത് കുറയ്ക്കുക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരു വർഷം ഒരു സിനിമ എങ്ങനെ ചെയ്യാന്നുള്ള രീതിയിൽ. ഓക്കെ, അത്രയും ആണേ പോലും അത്രയും സമയം നിങ്ങൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഇത് പ്രൊജക്റ്റും കാര്യങ്ങളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എല്ലാം ഇതിങ്ങനെയാണ്. ഒരു പീരീഡ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഡബ്ബിങ്ങിൻ്റെ സമയത്ത് ഇതെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഓരോ ആർട്ടിസ്റ്റുകളും വന്ന് ഡബ് ചെയ്യുമ്പോഴും വീണ്ടും ഈ ഷോർട്സ് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഷൈൻചാന് ഇതിങ്ങനെ റിപ്പീറ്റഡിൽ കുറേ കണ്ടു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്കുള്ള ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വരും. പിന്നെ നമുക്ക് എവിടെയെങ്കിലും പാളിയോ അല്ലെ ശരിയായോ ഇനിയും എടുക്കേണ്ടി വരുമോ, കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. റിപ്പീറ്റഡായിട്ട് ഒരുപാട് തവണ കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് എപ്പോഴെങ്കിലും വന്നു പോയിട്ടുണ്ടോ? നമ്മുടെ ജഡ്ജ്മെന്റ് നമ്മൾ കണ്ട് നമ്മൾ കുറേ പ്രാവശ്യം കണ്ടപ്പോൾ നമ്മൾ ആദ്യം കണ്ട ചിരി ചിലപ്പോൾ പിന്നീട് കിട്ടിക്കൊള്ളുന്നില്ല. സ്റ്റിൽ നമുക്കത് മനസ്സിലാവും. നമുക്ക് ഇത് വർക്കാണ്, ഇത് വർക്കല്ല എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും അല്ലേ? ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും, ഇത് ചിലപ്പോൾ വർക്കാവാൻ ഡൗട്ട് ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. നമുക്ക് പിന്നെ തോന്നുമ്പോൾ ഇല്ല ഇത് വർക്കായിക്കോളുന്നു നമുക്ക് തോന്നും. നമുക്ക് പൂർണ്ണമായിട്ടും ജഡ്ജ്മെന്റ് പോകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. പക്ഷെ നമ്മൾ വീണ്ടും ഡിറ്റാച്ച്ഡ് ആയിട്ട് വീണ്ടും കണ്ടു നോക്കും. അപ്പോൾ ആ ഒരു മിനിമം ജഡ്ജ്മെന്റ് നമുക്ക് വേണം. ഇല്ലെങ്കിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിലും മിക്കവാറും തിയേറ്ററിൽ ആളുകൾക്ക് സംശയം വരും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എപ്പോഴെങ്കിലും ഒരു ഇത് ഇങ്ങനെ ഫൈനലി ഇതെല്ലാം കഴിഞ്ഞ് പ്രിവ്യൂ ഫൈനലി നിങ്ങൾ ഡബ്ബിങ്ങും മിക്സിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ഒരു പ്രിവ്യൂ കാണലുണ്ടല്ലോ. അങ്ങനെ ചേട്ടൻ്റെ തന്നെ മൂവീസിൽ കണ്ടു കഴിഞ്ഞപ്പം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഇത് ക്ലിക്കാവാതിരിക്കുമോ അല്ലെങ്കിൽ ഇത് മനസ്സിലാവാതെ പോകുമോ, അങ്ങനെ ഒരു ഫിയർ, അങ്ങനെ ഒരു ഭയം വന്നിട്ടുണ്ടോ? ഫിയർ നമുക്ക് നാച്ചുറലി വരും. കാരണം ഈ നമ്മളിത് ഹാപ്പിയാക്കി, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു 70% ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ 80% ഹാപ്പി ആയിരിക്കും. 100% ഹാപ്പി ആയിട്ട് ഞാൻ സിനിമ ഇറക്കിയിട്ടില്ല. പക്ഷെ ഒരു 80% ഒക്കെ നമ്മൾ ഹാപ്പി, അല്ലെങ്കിൽ 70% അബവ് ഹാപ്പി ആയി കഴിയുമ്പോഴാണ് നമ്മൾ ചില പ്രോഡക്റ്റ് ഇറക്കുന്നത്. ആളുകൾ ഇഷ്ടമാവില്ല എന്നൊക്കെ നമുക്ക് ഭയം തോന്നും, സ്വാഭാവികമല്ലേ. കാരണം നമുക്ക് അറിഞ്ഞുകൊണ്ട് ഇത് വിജയം ഉറപ്പാക്കിയിട്ടൊരു സിനിമ ഇറക്കുക എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് കാണാനിരിക്കുന്ന ആളുകളുടെ സെൻസിബിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ അവർക്ക് അവരേത് സെൻസോടുകൂടിയാണ് ഇത് കാണുന്നത്, അവരുടെ ടേസ്റ്റ് എന്താണ്, ചിലപ്പോൾ നമ്മളെക്കാളും ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്തത്, നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു മിസ്റ്റേക്ക് ചിലപ്പോൾ പ്രേക്ഷകർ കാണാൻ പറ്റും. അങ്ങനെ അനിശ്ചിതാവസ്ഥയുണ്ട് സിനിമയ്ക്ക്. അതാണ് സിനിമയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതാണ് നമുക്കൊരു ഷുവർ ഷോട്ടാണ്, ഇതിങ്ങനെ തന്നെയാണ്, ഇതിന് വിജയം ഉറപ്പാണെന്ന് പറഞ്ഞാൽ ഈ വിജയത്തിനൊന്നും മധുരമില്ലാതാവും. എല്ലാ വിജയങ്ങൾക്കും മധുരമുണ്ടാവുന്നത് ഈ അനിശ്ചിതാവസ്ഥ ഉള്ളതുകൊണ്ടാണ്. കാരണം പ്രേക്ഷകൻ എൻഡ് ഓഫ് ദ ഡേ നമ്മളെ നിരാകരിക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്ന ദിവസം മാത്രമേ നമുക്കറിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ സന്തോഷിച്ചാൽ, അതൊരു 60-70% അബവ് ആൾക്കാർ സന്തോഷിച്ചാൽ
നമുക്ക് ഹാപ്പിനെസ്സാണ്. അത് നമുക്കൊരു ഒരു 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 അനുഗ്രഹമാണ് അങ്ങനെ ആളുകൾക്ക് ഇഷ്ടമാകുക എന്ന് പറയുന്നത്. ആ ഭയം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് ചില ആൾക്കാർ സ്ക്രിപ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കും. നിങ്ങൾ സ്ക്രിപ്റ്റിൽ ഒരു 100 തവണ വീണ്ടും വീണ്ടും വർക്ക് ചെയ്യുമല്ലോ, അതിരുന്ന് തറവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിൽ പിന്നെ ഒരു മാറ്റങ്ങളും വരുത്താത്ത ആൾക്കാരുണ്ട്. എന്നാൽ ചില ആൾക്കാർ ഷൂട്ട് തുടങ്ങിക്കഴിയുമ്പോൾ ആക്ടേഴ്സിൻ്റെ അവർ തരുന്ന ഔട്ടും അവരുടെ പെർഫോമൻസും ഇത് കണ്ടു കഴിയുമ്പോഴും ചിലപ്പോൾ നമുക്കും ഈ ഇവോൾവ് ചെയ്യുന്ന സമയം നമുക്ക് ചിലപ്പോൾ മാറ്റങ്ങൾ നമ്മൾ മാറി ചിന്തിക്കാം അല്ലേ. അപ്പോൾ ആ ഒരു ഡയറക്ടറിൻ്റെ പോയിന്റിൽ നിൽക്കുമ്പോൾ സ്ക്രിപ്റ്റിൽ മാറ്റങ്ങളും ചിലപ്പം ചേട്ടൻ വേണം വരുത്താറുണ്ടോ? ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം ഒന്നുകിൽ തിരക്കഥാകൃത്ത് ഞാനാണ്, അല്ലെങ്കിൽ തിരക്കഥാ പങ്കാളി ഞാനായിരിക്കും. അപ്പോൾ ഈ ആ സിനിമ ഇങ്ങനെ ഇവോൾവായി വരുമ്പോൾ അതിനഥവാ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താറുണ്ട്. അല്ലാതെ സ്ക്രിപ്റ്റ് ഒരു കുത്തും കോമയും ഇല്ലാതെ ഈ സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്രോസസ്സിലൂടെ ഞാൻ കടന്നു പോയിട്ടില്ല. എനിക്ക് അങ്ങനെ സ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല. എനിക്ക് ഒരു കുത്തും കോമയും മാറ്റാത്തത് കംപ്ലീറ്റ് ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടുമില്ല. എനിക്ക് അങ്ങനെ സ്ക്രിപ്റ്റ് വന്നിട്ടുമില്ല. ഞാൻ എഴുതുന്നത് സ്ക്രിപ്റ്റ് ആണെങ്കിൽ തന്നെ അതിങ്ങനെ പെർഫെക്റ്റ് സ്ക്രിപ്റ്റും അല്ല. ഓക്കെ. ഇപ്പോൾ സ്പായിൽ തന്നെ ഞാൻ പ്രൊമോഷന് വേണ്ടിയിട്ട് അന്ന് വന്നപ്പോൾ ആർട്ടിസ്റ്റുകളായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് അവർ പറയണ്ടായി, അപ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പെയാണ് ഷൈൻ ചേട്ടൻ ചിലതൊക്കെ എഴുതുന്നത്. എന്നിട്ട് നമുക്ക് ആ എഴുതി നമുക്ക് പറയേണ്ടത്, നിങ്ങളൊന്നും നേരത്തെ പ്രീ പ്ലാൻ ചെയ്തോ പഠിച്ചിട്ടോ വരണ്ട, നിങ്ങളവിടെ വരിക, ഞാൻ അപ്പം നിങ്ങൾക്ക് എഴുതി തരും, നിങ്ങൾ പറയുക എന്നുള്ളൊരു സാധനം പറഞ്ഞു അവരെല്ലാവരും. അങ്ങനെ അത് അവരുടെ ഔട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ വ്യക്തിയുടെയും അവർ തരാൻ പോകുന്ന കാലിബർ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പരീക്ഷണമാണോ അങ്ങനെ? അങ്ങനെയല്ല. കാരണം നമ്മൾ ഈ ആർട്ടിസ്റ്റിനെ കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആർട്ടിസ്റ്റിനെ തീരുമാനിച്ചു. ആർട്ടിസ്റ്റിനോട് നമ്മൾ സംസാരിക്കും, ഇതാണ് ഈ കഥ ഇതിൻ്റെ കഥ ഇതാണ്, ഈ കഥാപാത്രം ഇങ്ങനെയാണ്, ഈ കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായ ധാരണ കൊടുത്തിട്ട് തന്നെയാണ് അവരെ വിളിക്കുന്നത്. അല്ലാതെ അവർക്ക് ഒരു ധാരണയില്ലാതെ അവിടെ വെച്ച് അങ്ങനെയൊന്നുമില്ല. നമ്മൾ അവരോട് സംസാരിക്കും നമ്മൾ. കാരണം നമ്മളൊരു ആർട്ടിസ്റ്റിനെ കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻസി വഴി ഒരു ആർട്ടിസ്റ്റ് വരുന്നു, അവിടെ വെച്ച് ഡയറക്ടറെ കാണുന്നു, അങ്ങനെയല്ല. ഞാൻ തന്നെയാണല്ലോ റൈറ്റർ. അപ്പം ഞാൻ വിളിക്കും അവരെ, വിളിച്ച് സംസാരിക്കുക, ഇതാണ് കഥ, ഇങ്ങനെയാണ് കഥ, ഈ കഥാപാത്രം ഇങ്ങനെയാണ്, ഈ കഥാപാത്രത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊരു ഏകദേശ ധാരണയോടുകൂടി തന്നെയാണ് അവർ വരുന്നത്. അങ്ങനെ ആ കഥ എന്താണെന്നും ആ കഥാപാത്രം എന്താണെന്നും അവരോട് പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് അവർ വരുന്നത്. അല്ലാതെ യാതൊരു ധാരണയില്ലാതെ അല്ല വരുന്നത്. സംഭാഷണങ്ങൾക്ക് ചിലപ്പോൾ ഇംപ്രൊവൈസേഷൻസ് ഉണ്ടായേക്കാം. ഡയലോഗ്സ് നമ്മൾ ചിലപ്പോൾ അവിടെ വന്ന ശേഷം ആ മാറ്ററൊന്നും മാറുന്നില്ല. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മാറ്റർ അതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ആ സംഭാഷണം നമ്മൾ അവർക്ക് ആദ്യം സ്ക്രിപ്റ്റ് കൊടുക്കുന്നു. ഈ സ്ക്രിപ്റ്റ് കൊടുത്ത് അവർ പറഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഞാൻ എഴുതിയതിൻ്റെ താളത്തെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അവർ പറയുമ്പോഴുള്ള എനിക്ക് ഒരു ക്ലാരിറ്റി കിട്ടുമ്പോൾ എന്നാൽ ബെറ്റർ താളം ഇതായിരിക്കും തോന്നിയിട്ട് ഞാൻ ചിലപ്പോൾ ഒരു മാറ്റങ്ങൾ വരുന്നതാണ്. അതല്ലാതെ യാതൊരു ധാരണയില്ലാതെ നിങ്ങളൊന്നും വേണ്ട ഇങ്ങ് വന്നാൽ മതി ഞാൻ ചെയ്യാം അങ്ങനെയൊന്നുമല്ല. അവരെ കുറിച്ച് അവരോട് പറഞ്ഞിട്ടാണ് വരുന്നത്. അതേപോലെ ചേട്ടൻ ഇപ്പം തുടക്ക സിനിമയിലോ അല്ലെങ്കിൽ പിന്നീട് ഇപ്പം ഇത്രയും സിനിമകൾ ചെയ്തപ്പോഴാണെങ്കിലും ചേട്ടൻ വന്ന് നമ്മൾ ചിലപ്പോൾ സീനിയർ ആക്ടേഴ്സ് ആയിരിക്കാം, പുതുമുഖ ആക്ടേഴ്സും പലരും ഉണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ സീനിയർ ആക്ടേഴ്സാണ് ചേട്ടൻ വിളിച്ചു അവർ വന്നു കഴിയുമ്പോഴും അവർ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഈ ഒരു സംഭവം എങ്ങനെ അവർ പ്ലേ ചെയ്യണം, ഇല്ലെങ്കിൽ എങ്ങനെയാണ് അവരിൽ നിന്ന് വേണ്ടതെന്ന് ഒരു ഡയറക്ടർക്കാണ് ഏറ്റവും കൂടുതൽ ഒരു വിഷൻ ഉള്ളതല്ലേ. ഒരു പക്ഷേ ഇപ്പം നിൽക്കുന്ന അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ളൊരു ആക്ടർ ആണെങ്കിൽ പോലും ഡയറക്ടർ ഉദ്ദേശിക്കുന്ന സംഭവം ചിലപ്പം അവരുടെ ഈ പറയുന്ന പോലെ അന്നത്തെ അവരുടെ മൂഡോ അന്നത്തെ അവരുടെ ഒരു ദിവസമോ ചിലപ്പോൾ അത് അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയെന്നും വരില്ല. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്വാഭാവികമാണല്ലോ. അപ്പോൾ ചേട്ടൻ എന്തെങ്കിലും ഇത്രയും ഈ ഒരു ജേർണിയിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു ഔട്ട് എനിക്ക് ഇദ്ദേഹത്തിൽ നിന്നും കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്നും കിട്ടുന്നില്ലല്ലോ, എൻ്റെ ആ ഒരു കാൽക്കുലേഷൻ തെറ്റിപ്പോയോ, അങ്ങനെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? സീനിയർ ആയിട്ടുള്ള പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് നമുക്ക് കിട്ടും. അവർ ഡെലിവറി എന്തായാലും കിട്ടും. അവർ ഡെലിവറി ചെയ്യും. കാരണം അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. കാരണം ഈ അഭിനയത്തിൻ്റെ ഒരു തഴക്കം വന്നു കഴിയുമ്പോഴേ അവർക്കത് മീറ്റർ പലരും പല മീറ്റർ ആയിരിക്കും. നമ്മളൊരു ആക്ടറെ വിളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ആക്ടറിൻ്റെ സ്ട്രെങ്ത് നമുക്ക് അറിയാൻ പറ്റും. ഈ ആക്ടറെ വിളിക്കുമ്പോൾ അവർ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ അവർ അഭിനയിച്ച് തഴക്കം വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെങ്ങനെയായിരിക്കും അവർ ഡയലോഗ് ഡെലിവറി, അവരെങ്ങനെയായിരിക്കും അത് പെർഫോം ചെയ്യാൻ പോകുന്നത് നമുക്ക് മനപ്പാടായിരിക്കും. കാരണം എത്രയോ സിനിമ ഇവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം അവർക്ക് മനസ്സിലാവും. ഒരു സെൻസിബിലിറ്റിയിൽ അവർ മനസ്സിലാക്കിയിട്ട് അവരവരുടേതായ രീതിയിൽ ഡെലിവറി ചെയ്യും. അവരങ്ങനെ ഡെലിവറി ചെയ്യാൻ നമുക്കറിയാം. അങ്ങനെ
ഏതെങ്കിലും ഒരു ആക്ടർ നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ലതായിട്ടായിരിക്കും തന്നിട്ടുള്ളൂ. തരുക. അല്ലാത്തൊരു അതല്ലാതെ എക്സ്പീരിയൻസ് ഞാൻ നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു നിരാശ തോന്നുന്നൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടേ ഇല്ല. പുതിയ ആളുകളൊക്കെ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച താളത്തിൽ വരാതിരിക്കുന്നവരുണ്ട്. പുതിയ ആളുകൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായി പെർഫോം ചെയ്തവരുണ്ട്. എന്തായാലും ഒരു മിനിമം ഒരു ലെവൽ കാണും. നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ നമ്മളിത് ഓവർ എക്സ്പോസ് ആവുക, അണ്ടർ എക്സ്പോസ് ആവുക എന്ന് പറയുന്ന പോലെയല്ലേ. ഒരു സേഫ് ആയിട്ടുള്ള എക്സ്പോഷർ അത് സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോഴാണെങ്കിലും ശരി, വിഷ്വൽ റെക്കോർഡ് ചെയ്യുമ്പോഴാണെങ്കിലും ശരി, നമ്മൾ ഒരു 2 സ്റ്റോപ്പ് അണ്ടറും 2 സ്റ്റോപ്പ് മേളിലും ആവും. നടുക്ക് അതിൻ്റെ കറക്റ്റ് പ്രോപ്പർ എക്സ്പോഷറിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റെപ്പ് അണ്ടർ ആണെങ്കിൽ നമുക്ക് ഇന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കാം, ഒരു സ്റ്റെപ്പ് ഓവർ ആണെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഇവർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് മാച്ചിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ ആയിരിക്കും അവർ നിൽക്കുന്നത്. നമ്മൾ അവരോടൊന്ന് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറഞ്ഞാൽ അവർ ഈ മീറ്ററിലേക്ക് തന്നെ വരുത്താനുള്ള കപ്പാസിറ്റിയുള്ള ആളുകളാണ്. പുതിയ ആളുകളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് മോശം വരുവാണെങ്കിൽ മാത്രമേ നമ്മൾ ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത സീക്വൻസ് എഡിറ്റിംഗ് ടേബിളിൽ വരുമ്പോൾ ആ സീൻ ചിലപ്പോൾ വളരെ അപൂർവമായിട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ സീക്വൻസ് സിനിമയുടെ മൊത്തം താളത്തിൽ നിന്ന് ഈ സീൻ കളഞ്ഞാലും കുഴപ്പമില്ല എന്ന് തോന്നുവാണെങ്കിൽ ചിലപ്പോൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് ആക്ടേഴ്സിൻ്റെ പ്രശ്നം കൊണ്ടല്ല, ആ സീൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല പോകുന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മളത് കളഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ലാതെ അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റാതിരുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. പുതിയ ആളുകളുടെ ഇടയ്ക്ക്. പക്ഷെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ അങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ടില്ല. ഒരു ഡയറക്ടർ നല്ലൊരു ആക്ടർ ആവണമെന്ന് തോന്നുന്നുണ്ടോ? നിർബന്ധമില്ല. ഇല്ല അല്ലേ? ഷൈൻ ചേട്ടൻ്റെ തന്നെ ഞാനൊരു ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്, ഞാനൊന്ന് ആക്ടിങ്ങിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ദുരന്തം ആക്ടിങ് ആയിരിക്കും, അത് ശരിയാവില്ല എന്ന്. പക്ഷേ അങ്ങനെ ഷൈൻ ചേട്ടൻ തന്നെ അത് ഷൈൻ ചേട്ടൻ പറയണു. പക്ഷേ നല്ലൊരു ഡയറക്ടർക്ക് ഇപ്പോൾ ഷൈൻ ചേട്ടൻ 1983 എന്ന് പറഞ്ഞൊരു മൂവി തുടങ്ങിയപ്പോൾ തന്നെ ആണെങ്കിലും അതിൽ ഓരോരുത്തർക്കും നമ്മളൊക്കെ കാണുമ്പോൾ പണ്ട് പോലെ കേട്ടിരുന്ന ഡയറക്ടേഴ്സ് അവരെ അഭിനയിച്ച് കാണിക്കും ഇന്നതാണ് എനിക്ക് വേണ്ടതെന്നുള്ളത്. പിന്നീട് നമ്മൾ ചില ഡയറക്ടേഴ്സ് പറയുമ്പോഴും ആർട്ടിസ്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സീനിയർ ആക്ടേഴ്സിൻ്റെ അടുത്താകുമ്പോൾ നമ്മൾ സീക്വൻസ് എന്താണെന്ന് പറഞ്ഞാൽ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഡെലിവർ ചെയ്യും. പക്ഷേ ഷൈൻ ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ, എന്താ ഷൈൻ ചേട്ടൻ്റെ അല്ല പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം, ഒരു ഡയറക്ടർക്ക് അവിടെ അഭിനയിച്ച് കാണിക്കുമ്പോഴാണോ അതോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതിയോ? ആക്ച്വലി ഒരു ഡയറക്ടർക്ക് അഭിനയിച്ച് കാണിക്കാൻ അറിയാമെങ്കിൽ അത് ആക്ടേഴ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ആക്ടേഴ്സിന് ചിലപ്പോൾ അത് ആ ഒരു താളം പെർഫോം ചെയ്യുക. കാരണം ഈ ഡയറക്ടർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പുള്ളിക്ക് ആക്ട് ചെയ്തും കൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ അവർക്ക് അത്ര കൂടെ എളുപ്പമായിരിക്കും. ഈ ചിലപ്പോൾ എന്നിട്ട് അതിനകത്തുനിന്ന് വേറൊരു വേർഷൻ ആക്ടർ തരും. ഈ ഡയറക്ടറിന് അത് ആക്ട് ചെയ്തത് ആ മീറ്ററൊക്കെ കറക്റ്റായിട്ട് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ അവർക്കത് അതിൻ്റെ വേറൊരു വേർഷൻ ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ സീൻ കറക്റ്റായിട്ട് ഇവർക്ക് ബ്രീഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇന്നതാണ്, ഈ കഥാപാത്രം ഇങ്ങനെയാണ്, ഈ കഥാപാത്രത്തിന് ഇമോഷൻ ഇതാണ്, ഈ കഥാപാത്രത്തിൻ്റെ സിറ്റുവേഷൻ ഇതാണ്, ഇത് ഇങ്ങനെയാണ്, ഈ ഡയലോഗ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടർ അത് ഡെലിവർ ചെയ്യും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് ഒരു ഡയറക്ടർ അഭിനയിച്ച് കൊടുക്കേണ്ട കാര്യമേ ഇല്ല, അവരത് ചെയ്യും. ചിലത് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ ആ മോഡുലേഷൻ പറഞ്ഞു കൊടുത്ത് കേൾപ്പിക്കുന്നവരുണ്ടാവും. ഇതില്ലെങ്കിൽ തന്നെ അങ്ങനൊരു സ്കില്ല് ഒരാൾക്കില്ല. ഒരാളൊരു ഇൻട്രോവേർട്ടാണ്, അങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അയാൾക്ക് സീൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആക്ടേഴ്സിനത് നമുക്ക് തിരിച്ച്, അതാണ് ആക്ടർ എന്ന് പറയുന്നത് തന്നെ. അവർക്കത് അവരുടെ സെൻസിൽ അവർക്ക് മനസ്സിലാവും, ഇതിങ്ങനെയാണ്, ഈ മീറ്ററിലാണ് വേണ്ടത്, ഇങ്ങനെയാണ്. താളം ഉണ്ടല്ലോ, 2 ആക്ടേഴ്സ് പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് ആ താളം കിട്ടും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണെങ്കിൽ അത് നമുക്ക് കിട്ടും. പിന്നെ ചിലപ്പോൾ അവർക്കിത് പ്രത്യേകിച്ച് അന്നേരം അറിയില്ല. അവർ ചിലപ്പോൾ വേറൊരു സിനിമയിൽ വേറൊരു താളത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് ആ മീറ്റർ അല്ല, ആ താളമല്ല ഇവിടെ വേണ്ടതെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഡയറക്ടർക്കും റൈറ്റർക്കും ആയിരിക്കും. അപ്പോൾ അവരോടൊന്ന് പറയും, ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ തന്നെ സംസാരിച്ച് അവർക്ക് മനസ്സിലാവും. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മതി. ഓക്കെ. ഇത്രയും മൂവീസിൽ ചേട്ടനെ ഏറ്റവും കൂടുതൽ പറഞ്ഞു ഒരുപാട് നമ്മൾ പ്രഷർ എടുത്ത്, ഒരുപാട് ടെൻഷൻ അടിച്ച്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ ഈ സ്ക്രിപ്റ്റ് എന്നൊക്കെ വിചാരിച്ച് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സംഭവത്തിൽ അങ്ങനെ വന്ന ചേട്ടൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ചെയ്ത സിനിമ ഏതായിരിക്കും? അങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടിയ പടം പൂമരയായിരുന്നു. കാരണം അതിനകത്ത് ക്രൗഡ് ഭയങ്കര പ്രോബ്ലമായിരുന്നു. ആ സിനിമയുടെ ഏത് ഫ്രെയിം നോക്കിയാലും ചിത്രശലഭം പോലെ കുട്ടികളെ ഇങ്ങനെ നടക്കുന്ന സീക്വൻസ് വേണമായിരുന്നു. അത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പ്രാക്ടിക്കലി.
അങ്ങനെ എല്ലാ സിനിമയ്ക്കും ഒരു എഫേർട്ട് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഏറ്റവും കൂടുതൽ വന്നത് പൂമരത്തിന് വേണ്ടി. 1983 എൻ്റെ ആദ്യത്തെ പടമായിരുന്നു, അതിന് നല്ല എഫേർട്ട് വന്നിട്ടുണ്ട്. ആക്ഷൻ റിവ്യൂ ഇതുപോലെ ഇത് ആൾക്കാരെ ഹാപ്പി ആക്കണം എന്ന് വിചാരിച്ചിട്ട് എത്രയോ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്ത് വന്നു. പിന്നെ ഞാൻ പൂമരം ചെയ്തു. പൂമരം ഇതുപോലെ ഒരു ക്രൗഡിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ളൊരു പരിപാടിയായിരുന്നു. കുങ്ഫു മാസ്റ്റർ വന്നപ്പോൾ എനിക്ക് ബഡ്ജറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ബഡ്ജറ്റില്ലായിരുന്നു. അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എനിക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സഹായത്തിന് ആരുമില്ല. അതിൻ്റെ മേക്കപ്പ്, അതിൻ്റെ കോസ്റ്റ്യൂം, അതിൻ്റെ ആർട്ട്, അതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി, ഫൈറ്റ് ഡിസൈൻ, അല്ലെങ്കിൽ ആ ആക്ഷൻ ഡയറക്ഷൻ അടക്കമുള്ള അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ആൾക്കാരില്ലായിരുന്നു. എനിക്ക് ആ പടം ഒരു ക്യാമറമാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും കുറച്ച് പേരും കൂടെ ചെയ്ത പടമാണ്. അപ്പോൾ അതിന് അത്രയും എഫേർട്ട് എടുക്കേണ്ടി വന്നു. കാരണം ഇതിനൊരു സഹായിക്കാൻ ആൾക്കാരില്ലല്ലോ, ഒരു സഹായമില്ല, ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. മഹാവീരയുടെ എഴുത്ത് കുറച്ച് പാടുള്ളതായിരുന്നു. അതും ഇങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ സബ്ജക്റ്റ് ആയിരുന്നു. ആ സബ്ജക്റ്റ് അങ്ങനെ ഒരു കട്ടിയായിട്ടുള്ളൊരു സാധനം, അത്രയും അത് വേറൊരു തരം ഒരു ഫിലോസഫിക്കൽ കണ്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഫിലോസഫിക്കൽ കണ്ടൻറ്റിനെ ഡൈല്യൂട്ട് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കുറച്ചൊരു ചലഞ്ചിങ് ആയിരുന്നു. അങ്ങനെ ഓരോ സിനിമയും ഡിഫറെൻറ്റ് തരത്തിലുള്ള ചലഞ്ചസ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഒന്നും ഈസിയല്ല, ഒന്നും അനായാസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അനായാസം അങ്ങനെ കാണാനോ പറ്റുന്ന കാര്യങ്ങളല്ല. സ്ട്രെസ് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുന്നു. ഓക്കെ, ഒരു സിനിമ ചെയ്ത് ഹിറ്റായി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇടയിൽ ഉള്ള അത് കംപ്ലീറ്റ് ടെക്നീഷ്യൻസിൻ്റെ ഇടയിലായിക്കോട്ടെ, ആക്ടേഴ്സും നിങ്ങളെല്ലാവരും തമ്മിലുള്ള ഒരു ബന്ധമായിക്കോട്ടെ, ആ ഒരു ബോണ്ടിങ് കുറച്ചും കൂടെ സ്ട്രോങ് ആവും. കാരണം എത്രയോ മാസങ്ങളാണ് നിങ്ങൾ ഒരുമിച്ച് ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകുന്നത് അല്ലേ. അങ്ങനെ നിങ്ങളെല്ലാവരും ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയി കഴിയുമ്പോൾ ആ സിനിമ ഹിറ്റും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓക്കെ, നമുക്ക് ഈ കൂട്ടുകെട്ട്, അങ്ങനെ നമ്മൾ ഒരുപാട് ഗ്രൂപ്പ് നമ്മുടെ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നമുക്കിനി സൂപ്പർ, നമ്മളെല്ലാവരും കംഫർട്ടബിൾ ആണ്, നമുക്ക് ഇനിയും ഒരു ഹിറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആണെങ്കിലും അങ്ങനെ നമ്മളിപ്പം പലരെയും പ്രതീക്ഷിക്കും നിങ്ങളുടെ ഗ്രൂപ്പ് ഇനി അടുത്തൊരു മൂവി തരുന്നു എന്നുള്ളത്. ചേട്ടൻ്റെ രീതിയിൽ എൻ്റെ കൂടെ ഹിറ്റ് സമ്മാനിച്ച ആ ഒരു ഗ്രൂപ്പിനെ തന്നെയും എൻ്റെ അടുത്ത പ്രൊജക്റ്റിലേക്ക് കൂടെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണോ, അതോ അടുത്ത പ്രൊജക്റ്റ് വരുമ്പോൾ എനിക്ക് ഓക്കെ കഴിഞ്ഞു, ഇനി പുതിയൊരു പ്രൊജക്റ്റ് ആകുമ്പോൾ നമുക്ക് പുതിയൊരു ടീമിനെ നമുക്ക് വർക്ക് ചെയ്യാം, ഇതിൽ ഏതാണ് ഷൈൻ ചേട്ടൻ പ്രിഫർ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ഒരു പടം വിജയിച്ച് കഴിയുമ്പോഴത്തേക്ക് ആളുകൾ ഒരുമിച്ചൊരു സിങ്കർണൈസേഷൻ ഉണ്ടാവും, അവർ വീണ്ടും ഒത്തുകൂടും ഒക്കെ ചെയ്യും. പക്ഷേ ആ ഒരു കഥ നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഈ കഥയിൽ ആ കഥയ്ക്ക് സെറ്റാവുന്നത് ആരാണോ എന്നുള്ളതാണല്ലോ ആ കഥയും. ഇപ്പോൾ ഒരു സിനിമയിലൊരു ആക്ടറുമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട്, അല്ലെങ്കിൽ ആ ആക്ടർ ഞാനോട് നല്ല സിങ്കായി. പക്ഷേ അടുത്ത കഥയിൽ ഒരു പക്ഷേ ഇത് കുറച്ചുകൂടെ വേറൊരു രീതിയിലാണ് ഞാനത് കാണേണ്ടതെങ്കിൽ, വേറൊരു ആക്ടറാണ് അതിനകത്ത് അഭിനയിക്കേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ഈ ആക്ടർ പെർഫോം ചെയ്യാൻ കൊടുക്കാനുള്ള സ്പേസ് അത്ര എനിക്കില്ല എങ്കിൽ നമ്മൾ ബെറ്റർ ആ സിനിമ എങ്ങനെ ബെറ്റർ ആക്കാന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ഒരു ഇത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ അടുപ്പമുള്ളവർ, സിങ്കായിട്ടുള്ളവർ സ്വാഭാവികമായിട്ട് അങ്ങനെ, കാരണം അവരോട് നമ്മൾ പറയുമല്ലോ, ഒരു കഥ വരുമ്പോൾ നമ്മൾ നാച്ചുറലി അവരോട് പറയും. അവർ വരുമ്പോൾ അവർ നമുക്ക് തരുന്നൊരു എനർജി ഉണ്ട്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവരോട് നമ്മൾ പറയുമ്പോൾ അവർ നമുക്ക് തരുന്നൊരു എനർജി ഉണ്ട്. ആ എനർജിയിൽ നമ്മൾ വീണ്ടും പറയും, ചിലപ്പോൾ വീണ്ടും അവർ അതിനകത്തേക്ക് വരും, ചിലപ്പം കുറച്ച് ചെറിയ ബ്രേക്കിന് ശേഷമായിരിക്കും അവർ ചിലപ്പോൾ വീണ്ടും നമ്മളോട് വരുന്നത്. പക്ഷേ ആ കോണ്ടാക്ട് ഇങ്ങനെ നിൽക്കും. ഓക്കെ, ചേട്ടൻ വരുമ്പോൾ എന്തായാലും നിവിൻ്റെ കാര്യം ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും നിങ്ങൾ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളതാണ്, നിങ്ങളത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ദാ നിവിൻ്റെ സിനിമയും ഇപ്പോൾ നല്ല ഹിറ്റായിട്ട് നിൽക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് നിങ്ങളുടെ ഇടയിൽ പുതിയ ഒരു പ്രോജക്റ്റ് നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാവുമോ? ആക്ഷൻ ഹീറോ ബിജുവിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് കേൾക്കുന്നു. കുറേ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ബിജു ഷൂട്ട് തുടങ്ങിയതാണ്, അതിൻ്റെ ചെറിയൊരു പോർഷൻ നമ്മൾ ഷൂട്ട് തുടങ്ങിയിരുന്നു. പക്ഷേ ചില ദൗർഭാഗ്യകരമായ ചില ഇൻസിഡൻസ് കാരണം ആ ഷൂട്ട് നിർത്തിവെക്കേണ്ടി വന്നു. അത് ഞാനിതുപോലെ ഒരു 5 വർഷം എഫേർട്ട് എടുത്തതാണ് സിനിമയ്ക്ക് എഴുത്ത്. അതിൻ്റെ എഴുത്തെല്ലാം പൂർത്തിയായി, അതിൻ്റെ തിരക്കഥ എല്ലാമായ ഒന്നാണ്. അപ്പോൾ നിവിൻ ഞാനുമായിട്ട് അത്രയും ഞാൻ സിനിമയിൽ വന്ന എൻ്റെ സിനിമയിൽ ആദ്യത്തെ നായകൻ നിവിനാണ്. സ്വാഭാവികമായിട്ടും സൗഹൃദതുല്യമായ സ്നേഹമുള്ള ഒരു സുഹൃത്ത് തന്നെയാണ് നിവിൻ. സിനിമ സംഭവിക്കുക എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞില്ല, അതങ്ങ് സംഭവിക്കും. ആ സിനിമ തുടങ്ങേണ്ട സമയത്ത് അത് സംഭവിക്കും. അതെപ്പോഴാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സ്റ്റിൽ ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന കഥകൾ ആദ്യം പറയുന്ന
ഒരാൾ നിവിൻ തന്നെയാണ്. അപ്പം ഓക്കെ. നിവിൻ ഞാൻ പറഞ്ഞില്ലേ നമുക്കങ്ങനെ ഒരു സൗകര്യതുല്യമായ അടുപ്പമുള്ള അടുപ്പം തന്നെയാണ്. അപ്പോൾ ആക്ഷൻ ഹീറോ ബിജു ഇനിയും വീണ്ടും ഒന്നും തുടങ്ങുമായിരിക്കും. ബിജു ഞാൻ പറഞ്ഞില്ല ബിജുവിൻ്റെ പ്രോസസ്സ് എല്ലാം സ്ക്രിപ്റ്റ് തീർന്നിരിക്കുന്ന ഒന്നാണ്. അത് ഷൂട്ട് സ്റ്റാർട്ട് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം എന്ന രീതിയിലിരിക്കുന്ന ഒരു സിനിമയാണ്. എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു സമയവും ജാതകവും ഒക്കെ ഉണ്ട്. സമയവും അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ വന്നാൽ തീർച്ചയായിട്ടും അതുണ്ടാവും അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് ഇനി എവറിഡ് ഷൈൻസ് സ്പാ എന്ന് നമ്മൾ എല്ലായിടത്തും എഴുതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്പായുടെ വിശേഷങ്ങളും കൂടെ പറയൂ ചേട്ടൻ. ഇപ്പം സ്പായുടെ വർക്കൊക്കെ ആയിട്ട് കംപ്ലീറ്റ്ലി ടയേർഡാണെന്ന് അറിയാം. എന്നാലും സ്പാ എത്രത്തോളം പ്രതീക്ഷകളാണ് ഞങ്ങൾക്ക്? സ്പാ ഇതുപോലെ സ്പാ ബേസ് ചെയ്തിട്ടൊരു സിനിമയാണ്. ഒരു മസാജ് സെൻറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അങ്ങനൊരു സിനിമ മലയാള സിനിമയിൽ വന്ന് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഒരു ഹിന്ദി സിനിമയിൽ അത് ബേസ് ചെയ്തിട്ടൊരു സിനിമ വന്നിട്ടുണ്ട്. ഹിന്ദി സിനിമ മറ്റേ വെബ് സീരീസൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ രീതിയിലൊരു സിനിമ വന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെ സിനിമ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കണ്ടതായിട്ട് എൻ്റെ അറിവിൽ ഇങ്ങനെ സിനിമയില്ല. അതുകൊണ്ട് തന്നെ ആ കാഴ്ച ആളുകൾക്ക് പുതിയതായിരിക്കും. മലയാളത്തിൽ എന്തായാലും പുതിയതായിരിക്കും. ഇന്ത്യൻ സിനിമയിലും അങ്ങനെ കാര്യമായിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചേട്ടൻ്റെ ഓരോ പ്രൊജക്റ്റിലും ചേട്ടൻ അത് ശ്രദ്ധിക്കാറുണ്ട്. ചേട്ടൻ്റെ ചെയ്യുന്ന സിനിമകൾ അധികം കോമൺലി കണ്ടിട്ടിരിക്കുന്ന സബ്ജക്റ്റുകളിൽ തന്നെ ചേട്ടൻ കൈവയ്ക്കാറില്ല. എന്തെങ്കിലും ഒരു പുതുമ, ഒരു ഫ്രഷ്നെസ് ചേട്ടൻ്റെ ടോപ്പിക്കിൽ കൊടുക്കണം. അത് എനിക്ക് തോന്നുന്നു എവറിഡ് ഷൈൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചേട്ടൻ അപ്പോൾ അതിൽ കോൺഷ്യസ്ലി ഒരു എഫേർട്ട് എടുക്കുന്നുണ്ടാവും. കോൺഷ്യസ്ലി എഫേർട്ട് എടുക്കാന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പ്രാവശ്യം വന്നത് പിന്നെ വേണ്ടല്ലോ ആളുകൾക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കാഴ്ച കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ ആലോചിക്കും ഇങ്ങനെ കാഴ്ച സിനിമയിൽ വന്നിട്ടുണ്ടോ, ഇങ്ങനെ ഒന്ന് വന്നിട്ടുണ്ടോ, ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിനെന്താണ് പുതുമയിരിക്കുന്നത്, പുതിയ ഒരു മേഖലയാണോ, അങ്ങനെ വന്നിട്ടില്ലാത്ത സിനിമയാണോ എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും ആലോചിക്കും. അത് ഞാൻ പറഞ്ഞ സിനിമ മൗലികമായിട്ടിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ ഇങ്ങനെ സിനിമ വന്നിട്ടില്ലാത്ത സിനിമ വരട്ടെ എന്ന് നമ്മൾ ആലോചിക്കും. പിന്നെ ഈ ഇങ്ങനൊരു സിനിമ വന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നും കൂടെ ആലോചിക്കും. പുതിയതായിക്കൊള്ളുന്നില്ല. ഇപ്പം ഇങ്ങനൊരു സിനിമ ഞാൻ ഇങ്ങനൊരു പർട്ടിക്കുലർ ഏരിയയിലെ സിനിമ വന്നിട്ടില്ല എന്നാൽ പിന്നെ ആ ഏരിയ നമുക്ക് വെച്ചൊരു സിനിമ തുടങ്ങാമെന്നുള്ളതല്ല. ആ പർട്ടിക്കുലർ ഏരിയ ഞാൻ ചൂസ് ചെയ്യുന്ന ആ ഏരിയയിൽ ഒരു സിനിമ വന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാലോചിക്കും. അല്ലാതെ വരാത്ത ഒന്ന് ട്രൈ ചെയ്തേക്കാം എന്നാൽ പിന്നെ ഇങ്ങനെ സിനിമ വന്നില്ല എന്നാൽ ഇങ്ങനെ ട്രൈ ചെയ്തേക്കാം, അങ്ങനെയല്ല. ഒരു ഏരിയ തിരഞ്ഞെടുക്കുന്നു, ഈ ഏരിയയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടോ, ഒരു കഥയ്ക്കുള്ള സാധ്യതയുണ്ടോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെയൊക്കെ കൂടെ ആലോചിച്ചിട്ടാണ്. ഈ സ്പാ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു എന്റർടൈൻമെന്റ് മൂവി തന്നെ ആയിരിക്കും. അതെ, അതൊരു കുറച്ചൊരു ഫിക്ഷനും ഒക്കെ ചേർന്നിട്ടുള്ള സിനിമയാണ്. അതൊരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയാം, അതിനൊരു സോഷ്യൽ സറ്റയർ എന്ന് വിളിക്കാം, അതിൻ്റെ ആർട്ടിസ്റ്റുകളുടെ പെർഫോം ചെയ്യാനുള്ള അവരുടെ ഒരു സ്പേസിലുള്ള സിനിമയാക്കി ആണെന്ന് പറയാം. ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ളൊരു മൂവിയാണ്, ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിനെ ഒരു സോഷ്യൽ സറ്റയർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിനൊരു അഡൾട്ട് കോമഡി എന്ന് വിളിക്കാം. അതൊരു അതിനകത്ത് അഡൾട്ട് തമാശകൾ ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ ഒരു എന്താ പറയുന്നത് ഭയങ്കര കൺവെൻഷനലായിട്ടുള്ള ഒരു ഫാമിലി ചിലപ്പോൾ ഒരുമിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നെറ്റിച്ചൊളിഞ്ഞേക്കാം. അപ്പോൾ അത് കുറച്ചുകൂടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കാണാവുന്ന ഒരു 18 വയസ്സിന് മുകളിലുള്ളവർക്ക്, ഞാൻ ഇൻ്റർവ്യൂവിൽ ഞാനത് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു വെച്ചാൽ പിന്നെ കൺഫ്യൂഷൻ വേണ്ട. അത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് തിയേറ്ററിൽ പോയി കാണാവുന്ന, വേണമെങ്കിൽ ചിരിക്കാം, ചിരിക്കാതിരിക്കാം, അത് ഫിലോസഫിക്കലായിട്ട് കാണാം. ഒരു ഫിലോസഫി അതിനെക്കുറിച്ച് ആലോചിക്കാതെ വളരെ പ്ലെയിനായിട്ടിരുന്ന് വേണമെങ്കിൽ കാണാം. അത് കാണുന്നവരെ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതെന്ന് വെച്ചാൽ എന്തായാലും അതൊരു എറോട്ടിക് സിനിമയല്ല, അതൊരു അത്തരത്തിലുള്ള സിനിമയല്ല. അതൊരു കുറച്ചുകൂടെ ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു കണ്ടംപററി വേർഷനാണ്. ഓക്കെ, യെസ്. ഓരോ കഥ എഴുതുമ്പോഴും കഥ എഴുതുന്ന ആൾക്കാർ അതിലൂടെ പോയി അത് മനസ്സിലാക്കി അറിഞ്ഞിട്ടൊക്കെയാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എഴുതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ചേട്ടൻ എത്രയിടത്ത് പോയി സ്പാ എടുത്തിട്ടുണ്ടാവും? ഞാൻ കുറച്ച് സ്ഥലത്ത് പോയി, കാരണം നമുക്കിത് സ്വാഭാവികമായിട്ട് നമുക്കിത് മനസ്സിലാവണമല്ലോ. സ്പാകളിൽ പോയി സ്പായിലെ ആളുകളോട് സംസാരിച്ചു, സ്പാ എക്സ്പീരിയൻസ് ചെയ്തു.
അപ്പോൾ അതിനെക്കുറിച്ച് സയൻറ്റിഫിക് ആയിട്ട് അത് പഠിക്കാനുള്ളത് പഠിച്ചു. അവർ പറയുന്ന കഥകൾ കേട്ടു. കുറേ കഥകൾ നമ്മൾ ഇല്ലാ കഥകൾ ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇല്ലാ കഥകളും ഉണ്ട്, കള്ളക്കഥകളുണ്ട്. വേണമെങ്കിൽ ഇതിങ്ങനെ ഉള്ളതാണെന്ന് പറയാം. ചിലർ പറയും ഇതിനേക്കാൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞേക്കാം. പല രീതിയിൽ. നമ്മുടെ ക്യാമറ അദ്ദേഹം ചിരിക്കുന്നത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സ്പാ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു കണ്ടംപററി സബ്ജക്റ്റാണ്. അതിനെ പല രീതിയിൽ കാണാം. ഏത് രീതിയിൽ വേണമെങ്കിലും അത് കാണുന്നവർക്ക് പലതരത്തിലായിരിക്കും കണക്റ്റ് ആവുക. ഇങ്ങനെ ഉണ്ടോ എന്ന് തോന്നാം, ഇതിലേക്ക് കൂടുതലുണ്ടെന്ന് തോന്നാം, ഇത് കള്ളക്കഥയാണെന്ന് തോന്നാം, ഞങ്ങളിങ്ങനെയല്ല എന്ന് തോന്നാം. ചിലപ്പോൾ സ്പാ സെൻറ്റേഴ്സിലെ ആൾക്കാർ ഞങ്ങളുടെ സ്പാ ഇങ്ങനെ അല്ലെന്ന് പറയാം. ഇത് അവരുടെ സ്പാ ഒന്നുമല്ല, ഇത് എൻ്റെ ഇമാജിനേഷനിലുള്ള സ്പായാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി ഞാനായിട്ട് എടുക്കുന്നത്. എവറി ട്രെയിൻ സ്പാ ഞാൻ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണെന്ന് വിചാരിച്ചോളൂ. അതെ. ഓക്കെ, ലാസ്റ്റ് ഒരു ചോദ്യത്തോടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഏതൊരു ഡയറക്ടർക്കും എനിക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, എൻ്റെ ഫ്രെയിമിലേക്ക് എനിക്ക് ഈ ഒരു വ്യക്തിയെ കൊണ്ടുവരണം, ഈ ഒരു ആക്ടറിനെ വെച്ച് എനിക്കൊരു സിനിമ ചെയ്യണം എന്നുള്ളത് അതൊരു എല്ലാവരുടെയും തന്നെ ഒരു മോഹം ഉണ്ടാവും. ഷൈൻ ചേട്ടൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു മോഹമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മളെ മലയാളത്തിൽ പറയുന്ന മമ്മൂട്ടി സാറിൻ്റെ കൂടെ ലാൽ സാറിൻ്റെ കൂടെ ഞാൻ പടം ചെയ്തിട്ടില്ല, സുരേഷ് ഗോപി സാറിൻ്റെ കൂടെ പടം ചെയ്തിട്ടില്ല, ദിലീപേട്ടൻ്റെ കൂടെ പടം ചെയ്തിട്ടില്ല, ജയറാമേട്ടൻ്റെ കൂടെ പടം ചെയ്തിട്ടില്ല. അങ്ങനെ ഇവിടെയുള്ള മുഖ്യധാര പൃഥ്വിയുടെ കൂടെ പടം ചെയ്തിട്ടില്ല, ഫഹദിൻ്റെ കൂടെ പടം ചെയ്തിട്ടില്ല. അങ്ങനെ ചാക്കോച്ചൻ എൻ്റെ ഒരു സിനിമയല്ല വന്ന്. അങ്ങനെ എത്രയോ ആക്ടർമാരും ആക്ട്രസ്മാരും ഇന്ത്യയിലുള്ള എത്രയോ ആക്ടേഴ്സ് ഉണ്ട്, ഭയങ്കര സ്കിൽഡായിട്ടുള്ള ആക്ടേഴ്സ്, വലിയ സൂപ്പർ സ്റ്റാർസ്. ഇവരുടെ എല്ലാം ആരുടെയും കൂടെ ഞാൻ സിനിമ ചെയ്തിട്ടില്ല. ഞാൻ വളരെ എൻ്റെ സിനിമകളിൽ നിവിനാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഞാൻ നിവിൻ ചെയ്യുന്നതിൽ ഹാപ്പിയാണ്. ഞാൻ ഇനിയും ചിലപ്പോൾ സിനിമ നിവിൻ്റെ കൂടെ ചെയ്യാൻ എനിക്കും ഇനി എന്നാൽ നിവിൻ്റെ കൂടെ 10 സിനിമ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ 10 സിനിമ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ആക്ടറാണ് നിവിൻ. അപ്പോൾ ഇവരെല്ലാവരും ഒരു പേരെന്ന് പറയാനില്ല, ഇവരെല്ലാവരും നമ്മളെ ഏതെങ്കിലും ഒക്കെ കാലത്ത് ചിരിപ്പിച്ചിട്ടുള്ള, നമ്മുടെ കണ്ണ് നിറയിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള പെർഫോമൻസ് തന്നിട്ടുള്ള ആളുകളാണ്. ഇവരുടെ കൂടെ ആരുടെ കൂടെ സിനിമ ചെയ്യാൻ വന്നാലും സന്തോഷമാണ്, ഹാപ്പിനെസ് ആണ്. അങ്ങനെ ഒരു പേര് എനിക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇന്നിപ്പോൾ എല്ലാം പാൻ ഇന്ത്യൻ മൂവി ആയിക്കൊണ്ടിരിക്കുകയല്ലേ. ചേട്ടനും അങ്ങനത്തെ ഒരു മൂവി ചെയ്യണമെന്ന് താല്പര്യം? പിന്നെ പാൻ ഇന്ത്യൻ ആണല്ലോ. അതെ, അതുകൊണ്ടാണ് വേൾഡ് സിനിമയാണ്. അത് ഇവിടെ ഉള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും, റഷ്യയിലുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും, തായ്ലൻഡിലുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും, അത് ആഫ്രിക്കയിലുള്ളവർക്കും ആർക്ക് കണ്ടാലും മനസ്സിലാവുന്ന സ്ഥലങ്ങളിലെല്ലാം എല്ലാവർക്കും അതൊരു പാൻ വേൾഡ് സിനിമയാണ്. അപ്പൊ അങ്ങനെ എവിടെയോ നിന്നിരുന്ന നമ്മുടെ തലയോലപ്പറമ്പിൽ വൈക്കത്ത് ഉണ്ടായിരുന്ന ഒരാള് ഇന്നിപ്പോ ഇത്രയ്ക്കും ഇന്റർനാഷണൽ ലെവലിലേക്ക് ആ ഒരു സക്സസ് ജേർണി എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അറിയുകയും കൂടെ ചെയ്യുന്ന ഒരാളുടെ ഒരു ജേർണി. വളരെ സന്തോഷം, എനിക്ക് വളരെ സന്തോഷം. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്ന, വളരെ പേഴ്സണലി വളരെ അടുപ്പമുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് രമ്യ. നിങ്ങളോട് എനിക്ക് പേഴ്സണലി അത്രയും അടുപ്പവും പരിചയമുണ്ട്. ഇവിടെ വരാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലും വലിയ സന്തോഷം. എല്ലാവിധ ആശംസകളും നേരുന്നു ചേട്ടാ. സ്പാ തിയേറ്ററിൽ എത്താൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ സൂപ്പർ നല്ലൊരു മൂവി ആയിട്ട് എല്ലാവരും ഇരു കൈ നീട്ടി സ്വീകരിക്കട്ടെ ഈ മൂവി. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.